നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ശ്രീനാരായണ ഗുരു, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെന്ന ലോകത്തോളം വിശാലമായ മാനവിക ദർശനം മുന്നോട്ട് വെച്ച മഹാഗുരു. മതജാതി ഭേദമില്ലാതെ എല്ലാവർക്കും അംഗങ്ങളാകാൻ കഴിയുന്ന തരത്തിൽ 1.25 നൂറ്റാണ്ട് മുമ്പ് അദ്ദേഹം രൂപം നൽകിയ സംഘടനയാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം അഥവാ SNDP. കേരള നവോത്ഥാന വഴിയിൽ വിളക്കുമരമായി നിന്ന സംഘടന. ഈ സംഘടനയിൽ കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമായി തലപ്പത്തുള്ളത് വെള്ളാപ്പള്ളി നടേശനാണ്. ഗുരുദർശനം ജീവിതത്തിൽ പകർത്തിയ നേതാവാണ് വെള്ളാപ്പള്ളി എന്നോ അദ്ദേഹം മതാതീത മാനവികത ഉയർത്തിപ്പിടിക്കുമെന്നോ ആരും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഈ സ്ഥാനത്തിരിക്കുന്നയാൾ കുറഞ്ഞപക്ഷം വർഗീയത പറയരുത് എന്നെങ്കിലും കേരളം പ്രതീക്ഷിക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയ്ക്കെതിരെ പല തവണയാണ് വെള്ളാപ്പള്ളി വിവാദ പരാമർശങ്ങൾ നടത്തിയത്. മലപ്പുറം പ്രത്യേക രാജ്യമെന്ന രീതിയിലാണ് പരിഗണിക്കപ്പെടുന്നത്. മറ്റു സമുദായങ്ങൾക്ക് സ്വതന്ത്രമായി വായു പോലും ശ്വസിക്കാൻ കഴിയില്ല എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ. ഇന്നലെ നടത്തിയ ന്യൂസ് 18 അഭിമുഖത്തിലും ഈ പ്രസ്താവനകളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. എന്നു മാത്രമല്ല, ഒപ്പം മുസ്ലിം ലീഗ് ഭരണത്തിൽ വന്നാൽ തനിക്ക് തൂങ്ങിച്ചാകേണ്ടി വരും എന്ന് കടത്തിപ്പറയുകയും ചെയ്തു. ഇതേ വെള്ളാപ്പള്ളിയാണ് കേരള സർക്കാരിൻ്റെ നവോത്ഥാന സമിതിയുടെ അധ്യക്ഷൻ. ഇതര മതത്തിൽപ്പെട്ടവരെയും സഹോദരങ്ങളായി കാണുന്ന മനുഷ്യർ വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങളെ തള്ളിക്കളയുമ്പോൾ അതിൽ ന്യായവും യുക്തിയും കണ്ടെത്തി അതിനെ പിന്തുണയ്ക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുന്നവരും നമുക്കിടയിലുണ്ട്. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ജയകുമാർ, നേരത്തെയും വെള്ളാപ്പള്ളി മലപ്പുറത്തിനെതിരെ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഇൻ്റർവ്യൂവിലും ആവർത്തിച്ചു ചോദിച്ചു, താങ്കൾ ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അത് അങ്ങനെ അന്ന് ഒരു നാക്കുപിഴ കൊണ്ട് വല്ലതും പറഞ്ഞതാണെങ്കിൽ മാറ്റി പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം അവിടെയും അതിൽ ഉറച്ചു നിൽക്കുകയാണ്. വീണ്ടും ആ പ്രസ്താവനകളൊക്കെ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. താങ്കൾ എങ്ങനെയാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ പ്രസ്താവനയെ കാണുന്നത്? നമസ്കാരം. ഈ പ്രസ്താവന ഈ സാറ് ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഇപ്പൊ ഈ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ ഇദ്ദേഹത്തിന്റെ നേരത്തെയുള്ള പിണറായി വിജയനോടുള്ള നിലപാടും സംസാരവും ഒക്കെ ഉണ്ടല്ലോ, ജനത്തിന് അറിയാമല്ലോ. ഇദ്ദേഹം ചിരിക്കില്ല, അത് ചെയ്യില്ല, ഇത് ചെയ്യില്ല. കുറെ പിണറായി വിജയനെ പ്രതിപക്ഷം പോലും പറയാത്ത രീതിയിലുള്ള ഒരു BJPക്കാരോ കോൺഗ്രസ്സുകാരോ പറയാത്ത രീതിയിലുള്ള അധിക്ഷേപം സ്ഥിരമായിട്ട് പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം അങ്ങനത്തെ ഒരു സംഭാഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വേറെ ആരും പിണറായി വിജയനെതിരെ നേരത്തെ CPM-നെതിരെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പിണറായി വിജയൻ അങ്ങനെ വ്യക്തിപരമായി വലിയ അധിക്ഷേപം നേരത്തെ ആയാലും അങ്ങനെ നടത്തിയിട്ടില്ല. എൻ്റെ ശ്രദ്ധയിലില്ല. അങ്ങനെ എതിരെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അങ്ങനെ ഈ മറ്റാരും പറയാത്ത രീതിയിൽ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഒരു മറ്റിപ്പോൾ VD സതീശനെതിരെ ഒക്കെ പറയുന്ന മട്ടിലുള്ള ഒരു അധിക്ഷേപം അങ്ങനെ പിണറായി വിജയനെതിരെ പറഞ്ഞതായി അറിയില്ല. തിരിച്ചു പിണറായി വിജയൻ അതിരൂക്ഷമായി വെള്ളാപ്പള്ളിയെ വിമർശിച്ചിട്ടുള്ള നേതാവാണ്, അതിൽ സംശയമൊന്നുമില്ല. ഈ ചിരിക്കാത്ത വ്യക്തിനെ എന്തൊക്കെ കുറച്ചൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ സതീശനെന്നും പറയുമ്പോൾ പറയാറില്ല. അത് ചുമ്മാ ഒരുമാതിരി അവിഞ്ഞ രീതിയിലുള്ള സംസാരമല്ലേ സംസാരിക്കുന്നത്. അതുപോലെയല്ല, വളരെ മോശപ്പെടുത്തിയിട്ട് ഒരു മുഖ്യമന്ത്രിയാവാൻ യോഗ്യതയില്ലാത്ത രീതിയിലുള്ള ആളാണ് എന്നുള്ള രീതിയിൽ പുള്ളി സംസാരിച്ചിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത് സാറേ, ഈ ഇദ്ദേഹം പറയുന്ന വാക്കിന് പുല്ല് വില പോലും അദ്ദേഹത്തിന്റെ കുടുംബം കൊടുക്കില്ല. കാരണം ഇവിടെയും രക്ഷപ്പെടണം, കേന്ദ്രത്തിൽ നിന്ന് രക്ഷപ്പെടണം. ഈ കേസ് ഇദ്ദേഹം ചാവണ വരെ ഈ കേസ് ഇതിൽ രക്ഷപ്പെടണം. അതിനുള്ള ഇതാണ് ഇവിടെ ചെയ്യുന്നത്. ഈ രണ്ട് കൂട്ടരെ സൂചിച്ചാലേ പുള്ളിക്ക് ഇവിടെ നിൽക്കാക്കും. അത് എത്ര മാത്രമേ ഇതിൽ കണക്കാക്കാറുള്ളൂ സാറേ. ശരി, അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ വ്യക്തമാണ്. ജയകുമാറിൻ്റെത്. ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്നും. ശ്രീ ദിവാകരൻ, SNDP യൂണിയന്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾ ഇങ്ങനെയൊക്കെ പറയാമോ എന്നുള്ള ചോദ്യം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ചിലർ അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ ന്യായീകരിക്കുകയും ചെയ്യുന്നു. മലപ്പുറത്തിന് അങ്ങനെ എന്തോ പ്രത്യേകം ഒരു രാജ്യമാണെന്നും അവിടെ കൂടുതൽ അവകാശങ്ങൾ കിട്ടുന്നുവെന്നും അവിടെ മറ്റു മതക്കാർക്കൊന്നും ജീവിക്കാൻ കഴിയില്ല മാന്യമായി എന്നൊക്കെയുള്ള തരത്തിലാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ. താങ്കൾ എങ്ങനെയാണ് ഈ അഭിപ്രായങ്ങളെ വിലയിരുത്തുന്നത്? കിരൺ സാറ്, പിന്നെ അതായത് അന്നത്തെ കാലത്ത് സംസ്കൃത പണ്ഡിതനായിട്ടുള്ള ഈ ദൈവതുല്യനായ ശ്രീനാരായണ ഗുരുദേവൻ വൺ റീജിയൻ, വൺ കാസ്റ്റ്, വൺ ഗോഡ്, ഫോർമൻ, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യരെന്ന് അന്നത്തെ കാലം ബിലീവ് ചെയ്തത് എല്ലാവരും ബിലീവ് ചെയ്യണമെന്ന് പറഞ്ഞ് ആ ഗുരുദേവന്റെ ആത്മാവിനെ നിശ്ചയിച്ചാൽ ഇയാളെന്തെന്നാ പെരാന്തന്റെ തൊട്ട് ഏതല്ലോ ഇതിനെല്ലാം പിടിച്ചിട്ട് ജനങ്ങള് യൂണിറ്റി സംഘത്തോടെ ജനങ്ങളെല്ലാം പുറത്താക്കണ്ട. അതുമല്ല സാറേ, പിന്നെ
പിന്നെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദു എത്രയോ അന്യോന്യം കല്യാണം കഴിച്ചിട്ടുണ്ട്. എല്ലാ നദികളും കടലിൽ പോകുന്നു, എല്ലാ തോടുകളിലും നദിയിലേക്ക് പോകുന്നു, എല്ലാം കടലിൽ പോകുന്നു. എത്ര ശബരിമലക്ക് ബാബറെ കണ്ടിച്ച ക്രിസ്ത്യാനികളെല്ലാം നമ്മൾ തൊഴുതു പോകുന്നു. ക്രിസ്ത്യാനികളും എല്ലാവരും കൂടിയിട്ട് അവിടെ പ്രാർത്ഥിക്കുന്നു. ഇത് ഇങ്ങനെ വർഗീയത ഇളക്കി ഇയാള് അത്തും വിത്തുക എന്തെല്ലാം ഇത് എന്തെങ്കിലും ചെയ്യാ. ഞാനും വയസ്സം തന്നെ 74 വയസ്സായി. ഇതെന്തെന്നാ ഇങ്ങനെ നമ്മൾ റിസോർട്ട് മേലെ ഡിസിപ്ലിൻ കീപ്പ് എന്തെന്നാ ഇത് ഇതിനെല്ലാം ഇങ്ങനത്തെ ബാക്കി ശ്രീ ദിവാകരൻ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ഇന്നും എന്തായാലും നമ്മുടെ യൂട്യൂബ് കമന്റിൽ പതിപോലെ ആദ്യം ഷിജു കിരിയത്ത് തന്നെയാണ്. നമസ്കാരം കിരൺ, സുഖമാണോ എന്ന് ചോദിക്കുന്നു. വെള്ളാപ്പള്ളി ബിക്കം ശശികലാസ് എൽഡർ ബ്രദർ നൗ സോ സാഡ് എന്ന് അദ്ദേഹം പറയുന്നു. KP ശശികലയാണ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. ഷിജു കിരിയത്ത് പറയുന്നത് അതിൻ്റെ എൽഡർ ബ്രദർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. നമസ്കാരം കിരൺ എന്ന് സുൽകുമാർ പറയുന്നു. വെള്ളാപ്പള്ളി ഷുഡ് റിസൈൻ ഫ്രം ഹിസ് പോസ്റ്റ്, ദാറ്റ്സ് ഷെയിം ഫോർ ദാറ്റ് ഓർഗനൈസേഷൻ എന്നും ഷിജു കിരിയത്ത് പറയുന്നു. രാജ്മോഹൻ താൻ കാസർഗോഡ് എത്തിയപ്പോൾ പേടിച്ച് കുറി മായച്ചു. വെള്ളാപ്പള്ളി കുറി ഏത് സാഹചര്യത്തിലും അവിടെ തന്നെ ഉണ്ടെന്നൊക്കെ ഗ്ലാഡിയേറ്റർ പറയുന്നു. കുറിയിടുകയും കുറിയിടാതിരിക്കാനും ഒക്കെയുള്ള അവകാശം മനുഷ്യരുണ്ട്, അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. വേറെ വേണുഗോപാൽ എഴുതിയേക്കുന്നത് വായിക്കാൻ വയ്യ. വേണുഗോപാൽ ഇങ്ങനെ ഇംഗ്ലീഷ് മംഗ്ലീഷിൽ എഴുതി കഴിഞ്ഞാൽ, അതും ഒരു സ്പേസ് പോലും ഇല്ലാതെ എഴുതി കഴിഞ്ഞാൽ വായിക്കാൻ പ്രയാസമാണ്. താങ്കൾ മലയാളത്തിൽ എഴുതിയാൽ വായിക്കാൻ കഴിയുന്നതാണെങ്കിൽ. ശ്രീ ജോസ് ആണ് ഇടുക്കിയിൽ നിന്ന്. ശ്രീ ജോസ്, താങ്കൾ എങ്ങനെയാണ് വെള്ളാപ്പള്ളി നടേശനെ പോലെ കേരള നവോത്ഥാന സമിതിയുടെയൊക്കെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ആളാണ്, SNDP യൂണിയന്റെ തലപ്പത്തിരിക്കുന്ന ആളാണ് ഈ തരത്തിൽ പറയുന്നത്, അതിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? സാറേ നമസ്കാരം. നമസ്കാരമുണ്ട്. ഈ വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെ പറ്റി പറയുമ്പോൾ മലപ്പുറത്തെ പറ്റിയിട്ട് ആര് പറഞ്ഞാലും മലപ്പുറത്തിനെ വേറെ രീതിക്ക് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. പിണറായി വിജയൻ അവിടെ ഒരു പ്രാവശ്യം സർക്കാർ പറഞ്ഞ അവിടെ മലപ്പുറം മൊത്തം കൊള്ളും വേറെ രീതിക്കാന്ന് ചിത്രീകരിച്ചുകൊണ്ടിരുന്ന UDFന്റെ ഒരു നാടാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് മലപ്പുറത്തെ വെള്ളാപ്പള്ളി നടേശൻ മാത്രമല്ല, മലപ്പുറത്തെ പറ്റി ആര് പറഞ്ഞാലും അത് വർഗീയമായിട്ട് ചിന്തിക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്നു. മലപ്പുറത്തെ പറ്റിയിട്ട് അവിടെ സ്വർണ്ണക്കടത്ത് അൻവറെല്ലാം അങ്ങനെയും പറഞ്ഞൊരു വിഷയം ഉണ്ടാക്കിയില്ലേ? ആ സമയത്തും മലപ്പുറത്തെ പറ്റി സർക്കാർ അങ്ങനെ പറഞ്ഞു, പിണറായി പറഞ്ഞു, VP മാരും പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് മലപ്പുറത്തിനെ വേറെ രാജ്യമാക്കി കാണാൻ ശ്രമിച്ചതും ഈ UDFകാരും ഇവരൊക്കെ തന്നെയാണ്. അതൊക്കെ കാണുമ്പം സ്വാഭാവികമായിട്ടും അയാൾ പറഞ്ഞുകൊണ്ടായിരിക്കും അദ്ദേഹം വർഗീയമായിട്ട് ചിന്തിച്ച് പറയാൻ പാടില്ലാത്ത ആളാണ്. എന്നിരുന്നാൽ പോലും ഈ PV അൻവറെ പോലുള്ള ആൾക്കാര് PV അൻവറെ പോലെ ഒരാളല്ല വെള്ളാപ്പള്ളി നടേശൻ. PV അൻവർ ഇരിക്കുന്ന കസേരയിലല്ല വെള്ളാപ്പള്ളി നടേശൻ ഇരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ ഇരിക്കുന്നത് ഡോക്ടർ പൽപ്പുവും കുമാരനാശാനും ഒക്കെ ഇരുന്ന കസേരയിൽ, അവരൊക്കെ നയിച്ച സംഘടനയുടെ തലപ്പത്താണ് നിൽക്കുന്നത്. വലിയ പാരമ്പര്യമുള്ള ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരാൾ, പ്രത്യേകിച്ച് കേരള സർക്കാരിനെ സംബന്ധിച്ചാണെങ്കിൽ നവോത്ഥാന സമിതിയുടെ ചെയർമാനായിരിക്കുന്ന ഒരാൾ, അങ്ങനെ ഒരാൾ ഇങ്ങനെയൊക്കെ പറയാമോ എന്നുള്ളതാണ് ചോദ്യം. അദ്ദേഹത്തിന് അത് പറയാൻ പാടില്ലാത്ത ആളാണ്. പക്ഷെ നമ്മളത് പുള്ളി അത് പറഞ്ഞത് തെറ്റാണെങ്കിൽ പോലും ആ രീതിക്ക് മലപ്പുറത്തെ പറ്റിയിട്ട് ആര് പറഞ്ഞാലും അയ്യോ മലപ്പുറത്തിനെ വേറെ രീതിക്ക് കാണുന്ന അലമുറയപ്പെടുന്ന ഒരുപറ്റം ആൾക്കാരുണ്ട്. അത് ശരിയാണോ സാറേ? ശരി, അങ്ങനെ ഏതെങ്കിലും ഒരു വസ്തുതാപരമായ കാര്യങ്ങൾ ഏത് ജില്ലയെ കുറിച്ച് പറഞ്ഞാലും അതിൽ ആരെങ്കിലും പരിഭവിക്കേണ്ടതില്ല. വസ്തുതയായിരിക്കണം. മറ്റെന്തെങ്കിലും ഉദ്ദേശം വെച്ചുള്ള പറച്ചിലുകളാണെങ്കിൽ സ്വാഭാവികമായും എതിരഭിപ്രായങ്ങൾ ഉയരുകയും വേണം. മലപ്പുറം ജില്ലക്കാരെല്ലാം സ്വർണ്ണക്കള്ളക്കടത്തുകാരും മയക്കുമരുന്നുകാരുമാണെന്ന് പറഞ്ഞൊന്നും പറഞ്ഞോണ്ട് അവിടെ വിവാദം അങ്ങനെയല്ല പറഞ്ഞത്. അവിടെ ജില്ലയിലടക്കം അതിനകത്ത് അങ്ങനെയല്ല പറഞ്ഞത്. അങ്ങനെ വരുന്ന ആളുകൾ ഇവിടെ നിന്നും വരുന്നുണ്ട്, അങ്ങനെ വരുന്നതിനെ ഇല്ലാതെ ആവണം എന്നുള്ള മട്ടിൽ തന്നെയാണ് പറഞ്ഞത്. ശരി, ശ്രീ ഇതേ മുരളിയാണ്, കൊല്ലത്തു നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഇതേ മുരളി, താങ്കൾ എങ്ങനെയാണ് ഈ വെള്ളാപ്പള്ളി നടേശന്റെ ഈ വാക്കുകളെ കാണുന്നത്? നമസ്കാരം. നമസ്കാരമുണ്ട്, പറഞ്ഞോ. പൊതുവേദിയിൽ സാർ അവതരിപ്പിക്കുന്ന ഭാഗത്തിനെ കുറിച്ച് തന്നെ ഞാൻ ആദ്യമേ ഒന്ന് സൂചിപ്പിക്കട്ടെ. മിക്കപ്പോഴും സാറ് പിന്നെ അവസാന ഭാഗം കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് സാർ അലക്ഷ്യമായിട്ടല്ല അശ്രദ്ധമായിട്ട് അല്ലെങ്കിൽ ഒരു ഫിനിഷിംഗ് ഇല്ലാതെ നിർത്തുന്നു പലർക്കുള്ളയും സംഭാഷണങ്ങൾ. അത് ശ്രദ്ധിക്കണം. ഇതേ മുരളി, എന്റെ പ്രശ്നം എന്താണെന്നറിയാമോ? ഈ അവസാന നിമിഷം വരുമ്പോൾ ഈ സമയം അവസാനിക്കുന്നു ഈ PCR നിന്ന് പ്രവീൺ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് ഈ വരുന്നവരെ പറഞ്ഞു തീർക്കാനും കഴിയുന്നതിന് മുമ്പ് ചിലപ്പോൾ അവസാനം അടുത്ത പ്രോഗ്രാം കൃത്യമായി കയറിയല്ലേ പറ്റൂ. ആ സമയത്ത് അങ്ങനെ ചിലത് ഉണ്ടാവാറുണ്ട്. താങ്കൾ പറഞ്ഞത് സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് താങ്കൾ പറഞ്ഞത് അത് ഏത് തരത്തിൽ പരിഹരിക്കാമെന്ന് ആലോചിച്ച് ചെയ്യാം. അത് തന്നെ. പക്ഷെ നമ്മളൊരു കാര്യം അവതരിപ്പിക്കുമ്പോ അതിന്റെ എസൻസ് കൺക്ലൂഡ് ചെയ്യണ്ടേ? ശരി, ഓക്കെ. അപ്പൊ ഇപ്പൊ താങ്കൾ എന്തായാലും അവസാനമല്ല വിളിച്ചത്, പറഞ്ഞോളൂ. അല്ല, അവസാനം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും സംസാരിക്കുന്ന അവസാന സെന്റൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. ഓ, അങ്ങനെയാണോ പറഞ്ഞത്? ശരി ശരി. ആ സെന്റൻസ് ഒരു അശ്രദ്ധമായിട്ട് ചുരുക്കി താങ്കൾ പറഞ്ഞോളൂ. താങ്കളുടെ മുഴുവൻ സെന്റൻസ് ചുരുക്കി പറയണം. ശരി. അപ്പോഴേ
ഈ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് പലപ്പോഴും വർഗീയമായ അഭിപ്രായങ്ങളാണ് പറയുന്നതെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അത് അദ്ദേഹം അങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കുമാരനാശാനെ കുറിച്ചോ ഡോക്ടർ പൽപ്പുവിനെ കുറിച്ചോ ഒന്നും അദ്ദേഹം ചിന്തിക്കുന്നില്ല. അദ്ദേഹം SNDP പിന്നെ സാർ സൂചിപ്പിച്ച SNDP യൂണിയന്റെ ആളല്ല അദ്ദേഹം. SNDP യോഗത്തിന്റെ സംസ്ഥാന തലത്തിലുള്ള SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ്. യോഗം ജനറൽ സെക്രട്ടറിയാ. യൂണിയൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ താലൂക്ക് തലത്തിലുള്ള ഞാൻ അങ്ങനെ മാറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല, യോഗമാണ്. ആ സംസാരത്തിന്റെ ഇടയ്ക്ക് സ്വാഭാവികമായിട്ടും അങ്ങനെ തിരുത്തണം. അപ്പോ ഇദ്ദേഹം പറയുന്നത് എപ്പോഴും പറഞ്ഞ് നമ്മൾക്ക് മനസ്സിലാകുന്നതെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം വർഗീയത തന്നെയാണ് പറയുന്നത്. അങ്ങനെ പറയാൻ പാടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മള് പഠിച്ചു വെച്ചിരിക്കുന്ന ശ്രീനാരായണ ഗുരു തന്നെ പഠിപ്പിച്ചത് എന്താണ്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. പിന്നെ ജാതിഭേദം, മതദ്വേഷം വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. നമ്മുടെ സംസ്ഥാനത്തെ മാതൃകാ സംസ്ഥാനമായിട്ട് കാണണം ഈ വെള്ളാപ്പള്ളി നടേശൻ. അങ്ങനെ കണ്ടുകൊണ്ട് എനിക്ക് അടുത്ത ആളിലേക്ക് പോകാമല്ലോ ശ്രീദേവൻ. അടുത്ത ആളിലേക്ക് പോകുന്നതിന് അതാണ് നമുക്കുള്ള ചുരുക്കി പറഞ്ഞാൽ അടുത്ത ആളുകൾ വെയിറ്റ് ചെയ്യാണ്. അതുകൊണ്ടാണ് എന്നാല് സാറേ ഒരു അത്യാവശ്യം അതിന്റെ ഒരു കൺക്ലൂഡ് ചെയ്യാനുള്ള ഒരു അവസരം കൺക്ലൂഡ് ചെയ്ത് എളുപ്പം പറഞ്ഞോളൂ. ഇത്രയും സമയം ഒരാൾക്ക് നൽകാനില്ല, അതുകൊണ്ടാണ്. അപ്പോ ഈ എല്ലാ മതസ്ഥരെയും, ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും എല്ലാ ആൾക്കാരെയും ഒരുപോലെ കാണുന്ന ഒരു സെക്യുലർ മെന്റാലിറ്റിയാണ് കേരളത്തിലുള്ള ജനങ്ങൾക്കുള്ളത്. ആ മെന്റാലിറ്റി ഈ നമ്മുടെ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പാലിക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. 10 സെക്കൻഡ്. അദ്ദേഹം എപ്പോഴും നമ്മുടെ CPM-ന്റെ നേതാവ് അല്ലെങ്കിൽ ഇവിടുത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന് അനുകൂലമായിട്ടൊരു സമീപനം എപ്പോഴും അദ്ദേഹത്തിന്റെ സംസാരത്തിലുണ്ട്. അത് ശരിയല്ല. അദ്ദേഹം പറയുന്ന പോലൊന്നും ഇവിടെ വെള്ളാപ്പള്ളി പറഞ്ഞെന്ന് വിചാരിച്ച് എല്ലാ ഈഴവരും വെള്ളാപ്പള്ളിയുടെ ആളല്ല. അത് സാറ് മനസ്സിലാക്കുക. വ്യക്തമാണ്. ഇനിയും സമയം തരാനില്ല. ശ്രീ രാജപ്പനാണ് കോട്ടയത്ത് നിന്ന്. ശ്രീ രാജപ്പൻ, താങ്കൾ എങ്ങനെയാണ് വെള്ളാപ്പള്ളി നടേശന്റെ ഈ പരാമർശത്തെ കാണുന്നത്? ഹലോ സാർ, ഞാൻ രാജപ്പൻ പാണപ്ര. ഓക്കെ, പറഞ്ഞോളൂ. ഞാൻ കാണുന്ന വെള്ളാപ്പള്ളിയുടെ ഈ സമീപനത്തെ കാണുന്നത്, വെള്ളാപ്പള്ളി ഒരു സമുദായത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആളാണ്. അദ്ദേഹം ഒരിക്കലും വർഗീയത പറയാൻ പാടില്ലാത്ത ആൾ തന്നെയാണ്. വെള്ളാപ്പള്ളി ഏത് ഭരണം വരുന്നോ, UDF-ന്റെ ഭരണം വരുന്നോ, LDF-ന്റെ ഭരണം വരുന്നോ, ആ ഭരണത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്ന ആളാണ്. കാരണം ഇദ്ദേഹത്തിന്റെ പേരിൽ ഒരുപാട് കേസുകളും കാര്യങ്ങളും ഉണ്ട്. അത് കുത്തിപ്പൊക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ കോശാന പാടി, ഭരിക്കുന്നവർക്ക് കോശാന പാടി ഈ വർഗീയതയും പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ അത്രയും മാത്രമേ ഇപ്പൊ ചുരുക്കി പറയുന്നുള്ളൂ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ മഹിയാണ് കിള്ളിപ്പാലത്ത് നിന്നും. ശ്രീ മഹി, താങ്കൾ എങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾ ഇന്നലെ ഒരു അഭിമുഖം എടുത്തു വെള്ളാപ്പള്ളിയുടെ, അവിടെയും നമ്മുടെ റിപ്പോർട്ടർ ശരണ്യ സ്നേഹജൻ ചോദിച്ചു ഈ നേരത്തെ വിവാദമായ ഈ മലപ്പുറം പ്രസ്താവന, അതിൽ എന്തെങ്കിലും തിരുത്തലുകൾ അദ്ദേഹം വരുത്താൻ തയ്യാറുണ്ടോ? അപ്പോഴും അദ്ദേഹം ആ തിരുത്തലുകളില്ല, അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത്. എന്ന് മാത്രമല്ല അദ്ദേഹം കുറച്ചുകൂടി കടത്തി പറയുകയും ചെയ്തു. എന്താണ് താങ്കൾക്ക് ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ഈ സ്ഥാനത്തിരുന്നു കൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ, അല്ലെങ്കിൽ അതിൽ പറയുന്നതിൽ ന്യായമുണ്ടോ? നമസ്കാരം സാർ. സാർ എനിക്ക് 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് രാഷ്ട്രീയമാക്കിയ 2 കാര്യങ്ങൾ വെക്കത്തികളല്ലേ. പിന്നെ വെള്ളാപ്പള്ളി സുമാരനാണ് പല കാര്യം പറയാം, അതൊന്നും ജനങ്ങളൊന്നും അംഗീകരിക്കില്ല. ഞാനൊരു ഈഴവനാണ്. ഈഴവ നമ്മൾ ദേവനൊന്നും ഒട്ടിച്ചില്ല. വെള്ളാപ്പള്ളിയുടെ കാര്യം കളയും. ഇത് ആരും വില വയ്ക്കില്ല. പിന്നെ രണ്ടാമത് കൂടെ പറയാൻ കാര്യം, ഈ തിരുവനന്തപുരം ജില്ലയില് 109 സീറ്റുണ്ട്. ഈ ചെവരെ കോൺഗ്രസിന് ആളില്ല. എന്റെ വീട്ടിൽ ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ സിറ്റിക്കതാണ് താമസിക്കുന്നത്. ഈ വിഷയത്തിലേക്ക് വരൂ. അല്ല, വിഷയം വെള്ളാപ്പള്ളി എന്ന് ഇവിടെ ആരും വില വയ്ക്കില്ല. സബീനയാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീമതി സബീന, താങ്കൾ എങ്ങനെയാണ് ഈ സമൂഹത്തിൽ ഉത്തരവാദിത്തപ്പെട്ട കൂടുതൽ ആളുകളെയൊക്കെ സ്വാധീനിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ആ തരത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ശബ്ദങ്ങളൊക്കെ ഉള്ള ആളുകൾ ഇത്തരത്തിലൊക്കെ സംസാരിക്കുന്നതിനെ താങ്കൾ എങ്ങനെ കാണുന്നു? ആക്ച്വലി എനിക്ക് തോന്നുന്നത് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ വാക്കുകളൊന്നും നമ്മൾ അങ്ങനെ വലിയ പ്രസക്തിയൊക്കെ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. കാരണം പുള്ളി കാലാകാലങ്ങളിൽ ഓരോന്ന് പറയും. ഇപ്പൊ ഇതില് വർഗീയത ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാല് അങ്ങനെ നമ്മൾ കൂടുതൽ വർഗീയതയൊന്നും കാണേണ്ട കാര്യമില്ല. കാരണം പുള്ളി ഇത് തന്നെയാണ്.
വയസ്സായ ഒരു മനുഷ്യനാണല്ലോ. അപ്പോൾ ചില നമ്മൾ കടുത്ത വാക്കുകളിലേക്ക് പോകാൻ പാടില്ലാത്തതുകൊണ്ടാണ് പറയാത്തത്. അപ്പൊ പുള്ളി ആരെങ്കിലും ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ എന്നതിനപ്പുറം എനിക്ക് തോന്നുന്നത് പുള്ളി ആരെങ്കിലും സന്തോഷിപ്പിക്കാനാണോ ഇത് സംസാരിക്കുന്നതെന്നാണ്. കാരണം പുള്ളി ബുദ്ധിമുട്ടിക്കുന്ന ഒരു വിഭാഗം, കാരണം പുള്ളി സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം സംസാരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. അത് ആര് എന്നുള്ളത് നമ്മൾ പറയേണ്ട കാര്യമില്ല. കാരണം കുറച്ചു ദിവസം മുമ്പ് CPM CPI തമ്മിലുള്ള ഒരു തർക്കം വരുമ്പോൾ പുള്ളി CPI അടച്ചാക്ഷേപിക്കുന്നു. അപ്പൊ അവിടെ വേറൊരാളിനെ സന്തോഷിപ്പിക്കുന്നു. ഇതുകൊണ്ട് പുള്ളിക്ക് വലിയ പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. പുള്ളി ഇവിടെ ലൈവാണ്, ഞാൻ ഇവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് പുള്ളി വരിക, എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുക. പിന്നെ ഇതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് വരുന്നത് പുള്ളി കുറച്ച് ഫേമസ് ആകും, അല്ലെന്നുണ്ടെങ്കിൽ ആൾക്കാർ പുള്ളിയെ കുറിച്ച് സംസാരിക്കുന്നു. അത് നല്ലതാകട്ടെ മോശമാകട്ടെ എന്നെ കുറിച്ച് കുറച്ച് പേര് സംസാരിക്കണം. അതിനപ്പുറത്തേക്ക് പുള്ളി പറഞ്ഞതുപോലെ പുള്ളി ഈ വയസ്സുകാലത്ത് തൂങ്ങിച്ചാകാനൊന്നും ശ്രമിക്കരുത്. അത് വളരെ മോശമായി പോകും. കാരണം ഇത്രയും വയസ്സായ ഒരു മനുഷ്യൻ തൂങ്ങിച്ചാകുന്നത് കേരളത്തിന് തന്നെ അപമാനമാണ്. അതുകൊണ്ട് പുള്ളി അതൊന്നും ചെയ്യരുത്. അപ്പൊ പുള്ളിയുടേതായിട്ടുള്ള അഭിപ്രായങ്ങളല്ല ഇത്. പുള്ളിക്ക് എന്തോ ഓരോ സമയങ്ങളിൽ തോന്നുന്ന വിഭ്രാന്തിയാണ് യഥാർത്ഥത്തിൽ. കാരണം പുള്ളി വിഭ്രാന്തി കൊണ്ട് ആരെയോ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നു. അത് പുള്ളിയുടെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി മാത്രമാണ്. ഇതിൽ ഒരു വർഗീയതയും ഇല്ല. നമ്മൾ വർഗീയമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇത് കേരളത്തിന്റെ പല വിഭാഗങ്ങൾക്കിടയിലുള്ള വലിയൊരു പ്രശ്നത്തിന് കാരണമാകും. അതിന് നമ്മൾ വഴിവെച്ചു കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എന്റെ ഗൗരവത്തിൽ കാണേണ്ടതില്ല എന്നാണ് താങ്കളുടെ അഭിപ്രായം അല്ലേ? അതെ, ഇത് ഗൗരവമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വ്യക്തിക്ക് എന്തോ പ്രാധാന്യമുണ്ടെന്ന് ആൾക്കാർക്ക് തോന്നും. ഇത്രയും വലിയ ഗൗരവമുള്ള സ്ഥാനത്തൊക്കെ വഹിക്കുന്ന ഒരാളാണ്, അതാണ് വിഷയം. ആയിക്കോട്ടെ, പക്ഷെ പറയുന്ന കാര്യങ്ങൾക്ക് അത്രയും വലിയ പ്രസക്തി അതല്ലെന്നുണ്ടെങ്കിൽ ആ ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്നവര് സംസാരിക്കുമ്പോഴും അതിൻ്റെതായിട്ടുള്ള വാല്യൂ വേണം. ആ വാല്യൂ പുള്ളി കീപ്പ് ചെയ്യാത്തിടത്തോളം കാലം ആൾക്കാർക്ക് പുള്ളിക്ക് കൊടുക്കുന്ന സ്ഥാനവും അത്ര തന്നെ ആയിരിക്കും. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് സബീന. ആ ഗൗരവം കൊടുക്കേണ്ടതില്ല എന്ന് തന്നെയാണ് സബീന പറയുന്നത്. മനോജാണ് മാരാരിക്കുളത്ത് നിന്നാണ്. മാരാരിക്കുളംകാരനായ മനോജിന് വെള്ളാപ്പള്ളി നടേശനെ ചിലപ്പോൾ വ്യക്തിപരമായും കൂടുതൽ അറിയാൻ കഴിയുന്ന ഒരാളായിരിക്കും. താങ്കൾ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനയെ വിലയിരുത്തുന്നത്? വെള്ളാപ്പള്ളിയെ മാത്രമല്ല സാർ, നമസ്കാരം. വെള്ളാപ്പള്ളിയെ മാത്രമല്ല, ശരണ്യ സ്നേഹത്തിന്റെ അടുത്താണ് എന്റെ വീട്. എവിടെയാണ്? അയൽവാസിയാണ്. ശരണ്യ സ്നേഹൻ നമ്മുടെ അയൽവാസിയാണ്. ശരി, ശരണ്യയുടെ അയൽവാസിയാണല്ലേ? ഓക്കെ, ശരി. രണ്ടാമതൊരു കാര്യം, ഇപ്പൊ ഇതിൽ വെള്ളാപ്പള്ളിയെ വിമർശിച്ചതിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ തന്നെയാണ്. അത് തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ പോരായ്മ. ഇപ്പൊ ഷാജി, മുസ്ലിം ലീഗിന്റെ ഷാജി, അവൻ ഗൾഫിൽ പോയിരുന്നിട്ട് പറഞ്ഞതിനെ പറ്റി ഇവർക്ക് ആർക്കും ഒരു പ്രശ്നമില്ല. വെള്ളാപ്പള്ളി പറഞ്ഞ കൃത്യമായ കാര്യമാണ്, വളരെ കൃത്യമായ കാര്യമാണ്. ഒരു മലപ്പുറം, കാസർഗോഡ്, കോഴിക്കോട് ഭാഗങ്ങളിൽ ഈ പറഞ്ഞ ദിവസങ്ങളിൽ ചെന്നാൽ ഇവരുടെ മുസ്ലിംസിന്റെ പരിപാടിക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു നോയമ്പ് കാലങ്ങളിൽ ചെന്നാൽ ഭക്ഷണം പോലും കിട്ടത്തില്ല, കട തുറക്കാൻ പറ്റത്തില്ല. ശ്രീ മനോജ്, നോയമ്പ് കാലത്ത് നോയമ്പെടുക്കുന്ന ആളുകൾ സ്വാഭാവികമായും ആ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആ വിഭാഗത്തിൽപ്പെടുന്നവരാണെങ്കിൽ അവിടെ കട തുറക്കില്ല. അവിടെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ആൾ വന്നെങ്കിലല്ലേ കട തുറക്കേണ്ടതല്ലോ. അവിടെ കട തുറക്കെങ്കിൽ അവിടെ ആവശ്യം പോലെ നിങ്ങൾ ഈ പറയുന്നത് വെച്ച് ചിന്തിച്ചാൽ മറ്റു മതക്കാരും ഒക്കെ ഉണ്ടല്ലോ. അല്ലാതെ ആരെങ്കിലും വന്ന് നിങ്ങൾ തുറക്കുന്ന കട ഇവിടെ തുറക്കരുതെന്ന് പറയും. കോഴിക്കോട് നഗരത്തിൽ അങ്ങനെ ഒരു വിഷയമില്ലല്ലോ. മലപ്പുറത്തിന്റെ പല ഭാഗങ്ങളും ചിലപ്പോൾ മുസ്ലിങ്ങളായിരിക്കും കൂടുതൽ കടകൾ ഉണ്ടായിരിക്കുന്നത്. അവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്നത് കൂടുതൽ മുസ്ലിങ്ങളായിരിക്കും. അവർ നോയമ്പെടുത്തിരിക്കുന്ന കാലത്ത് ചിലപ്പോൾ പകൽ നേരങ്ങളിൽ കട തുറക്കില്ല. അവിടെ കച്ചവടം ഇല്ലാത്തതുകൊണ്ടാണ് കട തുറക്കാത്തത്. കച്ചവടം ഉണ്ടെങ്കിൽ വേറെ ആളുകൾ വന്ന് തുറക്കില്ലേ? അല്ല, മറ്റു മതസ്ഥരെ കടയും തുറപ്പിക്കുന്നില്ല. അങ്ങനെ തടയുന്നില്ലല്ലോ ആരെങ്കിലും. മനോജ്, എവിടെയെങ്കിലും മലപ്പുറത്ത് നിങ്ങൾ ഒരു സ്ഥലത്ത് ഒരു കട തുറന്നാൽ ആ കട ബലമായി പോയി തുറക്കരുതെന്ന് പറഞ്ഞ് ആരെങ്കിലും തടയുന്നുണ്ടോ? ഇല്ലല്ലോ. അത്ര വാസ്തവമുണ്ട്, സത്യമാണ്. ഞാൻ മനോജിനോട് ചോദിച്ച വിഷയം ഇതാണ്. ഏതു സ്ഥലത്തായാലും ആളുകൾ കടയിൽ വരാൻ ആളുണ്ടെങ്കിൽ ഒരു മതക്കാരൻ അല്ലെങ്കിൽ മറ്റൊരു മതക്കാരൻ അത് തുറക്കും. ആ കച്ചവടമാണ് പ്രധാനം. കച്ചവടക്കാർക്ക് വേറെ മതവും ജാതിയൊന്നുമില്ല. അവരുടെ പ്രധാനം കച്ചവടം തന്നെയാണ്. ആളില്ലെങ്കിൽ അവർ തുറക്കില്ല. അത് സ്വാഭാവികമല്ലേ? ഞാൻ വെള്ളാപ്പള്ളിക്ക് 100% മാർക്ക് കൊടുക്കുന്നു. ഇതിന് കുറച്ച് വാസ്തവമുണ്ട്, ഇല്ലാത്ത കാര്യമല്ല. ശരി, താങ്കൾക്ക് അങ്ങനെ മാർക്ക് കൊടുക്കാനുള്ള അവകാശം സ്വാഭാവികമായിട്ടും ഉണ്ട്. ഓരോരുത്തർക്കും അവരവരുടെ നിലപാടുകളല്ലേ. അതിനകത്ത് നിങ്ങളുടെ നിലപാട് നിങ്ങൾ പറയുന്നു, മറ്റുള്ള നിലപാട് അവർ പറയുന്നു. ശ്രീ രാജനാണ് കൊല്ലത്തുനിന്ന്. ശ്രീ രാജൻ, താങ്കൾ എങ്ങനെയാണ് ഈ വെള്ളാപ്പള്ളി നടേശന്റെ ഈ പ്രസ്താവനയെ കാണുന്നത്? സാറേ, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടേ വല്ലതും പറയാവൂ പ്ലീസ്. ഉമ്മൻചാണ്ടി ഭരിച്ചോണ്ടിരുന്നപ്പോ KPCC യോഗം കൂടിയിട്ട് തീരുമാനിച്ചു 5ാം മന്ത്രിസ്ഥാനം കൊടുക്കണ്ടെന്ന്. അതിനകത്ത് ഉണ്ടായിരുന്ന ആള് കൊല്ലത്ത് വന്ന് പറഞ്ഞു. എന്നിട്ട് പിറ്റേ ദിവസം താലത്തിൽ വെച്ച് കൊണ്ടുവന്ന് കൊടുത്തു. കാരണം 15 സീറ്റുള്ള മുസ്ലിം ലീഗ് വലിക്കുമെന്ന് പറഞ്ഞു. അന്ന് 74 സീറ്റാണ് UDF-നുള്ളത്. ഇവരാണ് നിശ്ചയിക്കുന്നത് കോൺഗ്രസിൽ ആര് ഭരിക്കണോ ആര് ഭരിക്കണ്ടെന്ന്. പിന്നെ A. ആന്റണി ഭരിച്ചുകൊണ്ടിരുന്നപ്പോ A. ആന്റണി കഴിവ് കുറവാന്ന് പറഞ്ഞ്
പിന്നെ പി കെ കുഞ്ഞാലിക്കുട്ടിയും ഇവിടുത്തെ KPCC പ്രസിഡന്റും കൂടെ ഡൽഹിക്ക് പോയി. എന്നിട്ട് മാറ്റിയിട്ട് ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രിയാക്കി. ഓർമ്മയുണ്ടോ അത്? എന്നിട്ട് AK ആന്റണി കരഞ്ഞു കൊടുത്ത് പോയി. ഇത് നിശ്ചയിക്കുന്നത് പാണക്കാട് തങ്ങന്മാരും കുഞ്ഞാലിക്കുട്ടിയുമാണെന്ന് തുറന്നു പറഞ്ഞന്ന് AK ആന്റണി. അതുപോലെ തന്നെ ഇപ്പൊ അങ്ങേര് പറഞ്ഞത് വളരെ വാസ്തവമാണ്. ഞാൻ എന്റെ ഒരു കൂട്ടുകാരൻ തന്നെ പറഞ്ഞു, കാസർഗോഡ് കട തുറക്കാൻ സമ്മതിക്കുന്നില്ല SDPIക്കാര് പിന്നെ നോയമ്പിന്റെ കാലത്ത്. എന്തിനേറെ വളരെ എല്ലാ കാര്യത്തിലും ഇവർക്ക് സൈഡ് നിൽക്കുന്ന ഈ കോൺഗ്രസ്. ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ കേരളത്തിൽ കട തുറപ്പിക്കാൻ കഴിയാത്തത്ര വലിയ ശക്തിയായി ഈ SDPI ഒക്കെ ഉണ്ടോ? ഉണ്ട്. എവിടെയാണ് ഇവർക്ക് അത്ര വലിയ കരുത്തുള്ളത്? കാസർഗോഡും മഞ്ചേരിയിലോട്ടൊക്കെ ചെല്ലു സാറ് വിട്ടിരുന്നോണ്ടല്ല പറഞ്ഞു. ഞാൻ കാസർഗോഡും മഞ്ചേരിയും ഒക്കെ പോകുന്ന ആള് തന്നെയാണ് ശ്രീ രാജൻ. ഞാനും പോകുന്ന ആള് തന്നെയാണ്. അവിടെ കട തുറക്കുന്നില്ല നോയമ്പ് കാലത്ത്. അത്തരം മേഖലകളിൽ ഇപ്പോൾ മുസ്ലിം ഭൂരിപക്ഷം ഉള്ള ഒരു സ്ഥലങ്ങളിൽ ഹോട്ടലുകൾ പകൽ നേരത്ത് തുറക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അവിടെ തുറക്കാത്തതിന് കാരണം എന്താ? പകൽ ആ ഹോട്ടലിൽ ചെല്ലാൻ ആളില്ലാത്തതുകൊണ്ടാണ് തുറക്കാത്തത്. അവിടെ ആളുണ്ടെങ്കിൽ തുറക്കും. അല്ലെങ്കിൽ ഒരാൾ തുറന്നു വെച്ചാൽ നിങ്ങളുടെ കട അടക്കണം എന്ന് പറഞ്ഞു ആരെങ്കിലും വന്ന് ബലമായി അടപ്പിക്കുമോ? കാരണം അവിടെ അടപ്പിച്ച ചരിത്രമുണ്ട്. ഇനിയും ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. പിന്നെ നമ്മുടെ രമേശ് ചെന്നിത്തലയായിരുന്നു KPCC പ്രസിഡന്റ്. അങ്ങർക്ക് പിന്നെ പിണറായിയുടെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പ്രയാസമാണ്, മാറ്റമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാം കൂടെ ചെന്ന് പ്രഷർ ചെയ്തിട്ടാണ് VD സതീശനെ ആക്കിയത്. ഇപ്പൊ VD സതീശനെ മാറ്റണം, KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് നടന്നുകൊണ്ടിരിക്കുക. ശ്രീരാജൻ അങ്ങനെയൊന്നും അല്ല, വേറെ ഘടകകക്ഷികളുടെ പ്രഷറിലൊന്നുമല്ല രമേശ് ചെന്നിത്തല മാറിയതും VD സതീശനായതും. ഞാനും ഈ രാഷ്ട്രീയമൊക്കെ പിന്തുടർന്ന അതിന്റെ വാർത്തകൾ പിന്തുടർന്ന ആളുകളൊക്കെ തന്നെയാണ്. നമ്മൾ കേരളത്തിലെ എന്തായാലും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിലെ അത്തരം മാറ്റങ്ങളൊക്കെ ഞങ്ങളും നിങ്ങളും എല്ലാം കാണുന്നതാണ്. നമ്മൾ ആ തരത്തിലല്ല. നേരത്തെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, AK ആന്റണിയുടെ മാറ്റത്തിലൊക്കെ ലീഗിന്റെ പങ്കുണ്ടായിരുന്നു. പക്ഷേ രമേശ് ചെന്നിത്തല മാറി VD സതീശനായത് ലീഗിന്റെ എന്തെങ്കിലും കടുംപിടുത്തം കൊണ്ടൊന്നുമല്ല. എന്തിനേറെ കോൺഗ്രസിന്റെ മന്ത്രിമാരെ പോലും തീരുമാനിക്കുന്ന പാണക്കാട്ടൂത്ത. അതെങ്ങനെയാണ് ശ്രീരാജൻ കോൺഗ്രസിന്റെ മന്ത്രിമാരെ പാണക്കാടും തീരുമാനിക്കും? അത് ഏത് മന്ത്രിയാണ് അങ്ങനെ പാണക്കാടും തീരുമാനിച്ചത്? കഴിഞ്ഞ പ്രാവശ്യം ഒരാളിനെ ആക്കാൻ പോയത് അങ്ങനെ മാറ്റി. ആരെയാണ് രാജൻ ഈ പാണക്കാട് എന്ന് തീരുമാനിച്ച ഒരു കോൺഗ്രസിന്റെ മന്ത്രി ആരാണ്? നമ്മൾ ആരോപണം ഉള്ള ആരോപണങ്ങൾ പറയണം, പക്ഷെ അത് കടത്തി പറഞ്ഞ വല്ലാതെ കടത്തി പറയുന്നു. ഇത് സീക്രട്ടാണ്. അല്ലാതെ ആരാണ് രാജൻ പറയൂ? ഈ VD സതീശനെ മന്ത്രിയാക്കാൻ തീരുമാനിച്ചിട്ട് ആക്കരുതെന്ന് പറഞ്ഞ് അങ്ങനെ VD സതീശനെ മന്ത്രിയാക്കാൻ തീരുമാനിച്ച ആദ്യ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. ആ വാർത്ത ആദ്യമായി ഡൽഹിയിൽ നിന്ന് കേരളത്തിൽ ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അടിച്ച ആളാണ് ഞാൻ. എങ്ങനെയാണ് VD സതീശൻ മന്ത്രി സ്ഥാനത്തു നിന്ന് മാറിയതെന്ന് കൃത്യമായിട്ട് അറിയാം. അതെല്ലാം അവർ തന്നെ പിന്നീട് VD സതീശനും ഒക്കെ G കാർത്തികേയനും ഒക്കെ പിന്നീട് പല കാലത്ത് അവർ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. അല്ലാതെ അതിന് പാണക്കാടുമായിട്ടോ അല്ലെങ്കിൽ ലീഗുമായിട്ടോ ഒന്നും ഒരു ബന്ധവുമില്ല. അടുത്ത ഭരണം UDF കയറിയ. ശരി, ഓക്കെ. എന്തായാലും താങ്കൾ ഈ ഒരു കാര്യം പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ താങ്കൾ ആദ്യം കുറച്ച് കാര്യം ശരിയായി പറയും, പിന്നീട് താങ്കൾ ഒന്നുകിൽ തെറ്റായ കുറെ കാര്യങ്ങൾ പറയും, എന്നിട്ട് പറയും ഞാൻ ഇടപെടരുന്നു. അതെങ്ങനെയാണ് കഴിയുന്നത്? ശരി, ശ്രീ ഉണ്ണികൃഷ്ണനാണ് ചടയമംഗലത്ത്. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾ എങ്ങനെയാണ് ഈ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയെ വിലയിരുത്തുന്നത്? സാറേ, അതായത് വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മതേതര കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ തെറ്റ് തന്നെയാണ്, പൊറുക്കാൻ വയ്യാത്തൊരു തെറ്റ് തന്നെയാണ്. എങ്കിൽ പോലും നമുക്ക് മുസ്ലിം ലീഗിന്റെ കാര്യം എടുക്കുമ്പോഴും നമുക്കതൊരു മതേതര പ്രസ്ഥാനമെന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരവസ്ഥയും കൂടെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ പോലുള്ള വ്യക്തികൾക്കുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം എന്ന് പറഞ്ഞ ഒരു മതമാണ്, ലീഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കൂട്ടമെന്നാണ്, മുസ്ലിങ്ങളുടെ കൂട്ടം. അവരത് ആ പേര് മാറ്റണം. അതുപോലെ തന്നെ ഒരു മതത്തിന്റെ കളറും നിറവും ഒരു മതത്തിന്റെ തന്നെ ചിഹ്നവും ഉള്ള ഒരു പാർട്ടി എനിക്ക് തോന്നുന്നു മാത്രമേ ഉള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ മാറ്റിവെച്ചിട്ട് ഈ മതേതരം എന്നുള്ള ആ ഒരു പ്രസ്ഥാനത്തിലേക്ക് ബാക്കിയുള്ള ഹിന്ദു സമൂഹത്തിൽ ക്രിസ്ത്യൻ മാറണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. മറുഭാഗത്തും പറയാനുണ്ട്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, താങ്കൾ എങ്ങനെയാണ് വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയെ വിലയിരുത്തുന്നത്? വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിൽ 4 കോടി ആൾക്കാരുണ്ടെങ്കിൽ 3,99,99,999 കഴിഞ്ഞാലും ഏറ്റവും ബേസ്ഡായി കാണുന്നത്. ഇയാളൊക്കെ CPM ആദ്യമായിട്ട് തീരുമാനിക്കണം ഇങ്ങനത്തെ ആൾക്കോട് കൊണ്ടു നടക്കണമെന്നുണ്ട്. ഈ മാർക്കറ്റ് പാർട്ടിനെ MD ഗോയലോ MA ബേബിയോ പിണറായി വിജയൻ പോട്ടെ, പിണറായി വിജയൻ ആശ്രയ വശമാണ്. നിങ്ങൾ ഓരോ CPM ചിന്തിക്കണം, ഈ മനുഷ്യനാ ഇയാളെ ബേസ്ഡ് ഈ മതത്തിനെക്കാട്ടും ഈ ഏറ്റവും വൃത്തിയുടെ രാഷ്ട്രീയവാദി ഇയാളെ കൃത്യമായിട്ട് ഈ നാട്ടിലെ ഓരോ ജനങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ SNDPക്കാര് എന്നെ മൊത്തം എന്നെ കത്തിയതാൽ പോലും
ഇതുപോലത്തെ മര വേസ്റ്റ് ഈ സാധനം നിങ്ങൾ തിരിച്ചറിയണം. ഈ ലോകത്തെ ഞങ്ങൾ ഇത്ര മതവർഗീയവാദി ഒസാമ ബിൻ ലാദൻ ഈ സാധനത്തെ ഈ 88-90 വയസ്സായി മനുഷ്യര്. അപ്പൊ ഇനിയൊന്നും നാട്ടിലെ തിരിച്ചറിയണം. ഇതിനൊക്കെ ഞാൻ നിങ്ങളെ ഇനി അന്റെ പേര് എന്ത് നടന്നിട്ടാ ശരി ഇത് മര വേസ്റ്റ് ഈ സാധനത്തെ എങ്ങനെ തിരിച്ചറിയണം കുറയാണ്ട് കിരൺബാബു. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ പ്രസന്നനാണ് മാളയിൽ നിന്നും. ശ്രീ പ്രസന്നൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം സാർ. നമസ്കാരം. 2-3 കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ, പറഞ്ഞോളൂ. അധികം സമയം എടുക്കുന്നില്ല. അതായത് ഒന്നാമതായിട്ട് മുമ്പത്തെ മുസ്ലിം ലീഗ് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ ഒരു ബിംബമാണ്. ഞാൻ അതിനെ ആരാധിക്കുന്നു, ബഹുമാനിക്കുന്നു. ഒന്നാമത്തെ കാര്യം, നമ്മുടെ കേരള സമൂഹത്തില് അതായത് സമാധാനം നിലനിർത്തുവാൻ വളരെയധികം പരിശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയും പ്രസ്ഥാനമാണെന്ന് ഉള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അതായത് വെള്ളാപ്പള്ളി നടേശൻ കാലാകാലങ്ങളിലായിട്ട് പറയുന്ന കാര്യങ്ങൾ ഇന്നലത്തെ കാര്യം വെച്ചുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ ഒരു 50 വർഷത്തെ കേരള ചരിത്രം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഭരണത്തിൽ കയറാൻ സഹായിക്കുന്നവരും ചില കൊടുക്കൽ വാങ്ങലുകൾ നടത്താറുണ്ടെന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ്. ചില പാർട്ടികൾ, മലയോര പാർട്ടി അല്ലെങ്കിൽ കടലോര പാർട്ടി, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചില പാർട്ടികളൊക്കെ ഉണ്ട്. അവർക്ക് ചില ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്താറുണ്ട് എന്നത് കേരള രാഷ്ട്രീയം വീക്ഷിക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു സംഗതിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ പിടിച്ചുവാങ്ങലിൽ ഇവിടെ SNDP പ്രസ്ഥാനം പിറകോട്ട് പോയി എന്നാണ് ഈ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവരുടെ സങ്കടം. ഈ ജാതി വേണ്ട, മതം വേണ്ട എന്നൊന്നും ശ്രീനാരായണ ഗുരുസ്വാമിയും പറഞ്ഞിട്ടില്ല, വെള്ളാപ്പള്ളിയും പറഞ്ഞിട്ടില്ല. ഏത് ജാതി ആയാലും ഏത് മതമായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നാണ് ശ്രീനാരായണ ഗുരുസ്വാമി പറഞ്ഞിട്ടുള്ളത്. അല്ലാണ്ട് മതം വേണ്ട, ജാതി വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും സോദരത്തേന സമാധാനമായിട്ട് വാഴണം. മാതൃക സ്ഥാനമാണിത്, മാതൃക സംസ്ഥാനമല്ല, മാതൃക സ്ഥാനമാണിത്. ശിവേരിയെ കുറിച്ചാണ് അത് പറഞ്ഞത്. അപ്പോ ഈ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ഇന്നലത്തെ കാര്യം വെച്ചാണെന്ന് എനിക്ക് തോന്നണില്ല. കഴിഞ്ഞ ഒരു ദീർഘനാളത്തെ ഒരു സംഭവം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പലരും അനധികൃതമായിട്ട് ചില കുടിക്കൽ വാങ്ങലുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു ചരിത്ര സത്യമാണ്. ആര് നിഷേധിച്ചാലും ആര് അംഗീകരിച്ചാലും അത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതിൽ കുറച്ചൊക്കെ കാമ്പുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ശരി, താങ്കൾ കരുതുന്നത് അതിൽ കാര്യമുണ്ട് എന്നാണ് പറയുന്നത്. ന്യൂനപക്ഷ പാർട്ടികൾ അല്ലെങ്കിൽ അത്തരം മതങ്ങളെയൊക്കെ പ്രദാനം ചെയ്ത പാർട്ടികൾ അത്തരം സമ്മർദ്ദങ്ങളൊക്കെ ചെലുത്തിയിട്ടുണ്ട്. പക്ഷേ വെള്ളാപ്പള്ളി പറയുന്നത് അങ്ങനെ ചെലുത്തി എന്നുള്ള ഒരു വിഷയമല്ല. അത് കേരള രാഷ്ട്രീയത്തിൽ പലരും പറഞ്ഞിട്ടുള്ളതാണ്. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണെന്നും അവിടെ സ്വതന്ത്ര വായു പോലും ശ്വസിക്കാൻ പ്രയാസമുണ്ട് എന്നൊക്കെ പറയുന്നതിനെ എങ്ങനെയാണ് ആ അർത്ഥത്തിൽ കൊണ്ടെത്തിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും അത് താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ പീതാംബരനാണ് പള്ളുരുത്തിയിൽ നിന്നും. ശ്രീ പീതാംബരൻ, താങ്കൾ എന്താണ് ഈ വിഷയത്തെ എങ്ങനെയാണ് സമീപിക്കുന്നത്? ഞാൻ ഇതിനു മുമ്പും വിഷയങ്ങൾ കണ്ടപ്പോൾ പ്രതികരിച്ചിട്ടുള്ളതാണ്. ഇത് അങ്ങനെ ഇത് വെള്ളാപ്പള്ളി ഗണേശൻ എന്ന് പറയുന്ന ഒരു സാധനം ഈ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് അല്ലെ സമൂഹത്തിൽ തന്നെ ഒരു ചൊറിഞ്ഞനമാണ്. അടുത്ത് വന്നാൽ ചൊറിയും. കാരണം അദ്ദേഹം ഈ മൈക്രോ ഫൈനാൻസിന്റെ പേര് പറഞ്ഞ് ഈഴവനെ മുഴുവൻ പറ്റിച്ച് 10 പൈസ പോലും കൊടുക്കാതെ അത് കേസായി. ഈ കേസുകളിലെ ഒതുക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ്. ഈ രാഷ്ട്രീയക്കാർ ഒരു പരിധി വരെ ഇയാളെ സഹായിക്കുന്നതുകൊണ്ടാണ് ഇയാൾ ഈ ഗുരുവായൂത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈഴവർക്ക് വേണ്ടിയല്ല, പോട്ടെ, ഈഴവ പിന്നാക്ക വിഭാഗങ്ങൾക്കിട നേതാവ് കൂടിയായിരുന്നല്ലോ. എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്നും ചെയ്യില്ല. കുടുംബത്തിന് വേണ്ടി മാത്രമല്ലാതെ ഇയാൾ ഒരു കാര്യവും ചെയ്തിട്ടില്ല. എനിക്ക് പറയാനുള്ളത്, ഇയാളെ ശരിക്കും പറഞ്ഞാൽ എത്രയോ ആളുകൾ SNDP പ്രവർത്തിക്കുന്നുണ്ട് മുസ്ലിങ്ങളെന്നറിയാവോ? ഞങ്ങളുടെ പള്ളുരുത്തിയിൽ തന്നെ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആദ്യത്തെ മേയർ, നമ്മുടെ കൊച്ചിയുടെ മേയർ A.A. കൊച്ചുണ്ണിവാളായിരുന്നു. അദ്ദേഹം ഈ താലൂക്കിലെ 1ാം നമ്പർ മെമ്പറായിരുന്നു. പറഞ്ഞു മനസ്സിലായോ? കേൾക്കാം, പറഞ്ഞോളൂ. താങ്കൾ അത് ചരിത്രങ്ങൾ കൂടി ജനം അറിയട്ടെ, അതുകൊണ്ട് തന്നെയാണ്. ഇവിടെ മഹാന്മാരിരുന്ന ഈ കസേര ഇയാൾ ഇരുന്നിട്ട് പോകുമ്പോൾ ആ കസേര വെട്ടിക്കറി കത്തിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു തെരഞ്ഞെടുപ്പ് നടത്താതെ തെരഞ്ഞെടുപ്പ് നടത്തുന്ന കാര്യമെന്നറിയാവോ? സ്വന്തം കുടുംബക്കാരെയും ചിങ്കിടികളെയും വോട്ടവാദം കൊടുത്തുകൊണ്ട് കോടതി പറഞ്ഞിട്ട് പോലും കോടതിനെ തോന്നി കാര്യം മുടക്കി ഇയാൾ ചെയ്യുകയാണ്. ഞാനൊരു ശ്രീനാരായണീയനാണ്. ഈ വക ഇടങ്ങിയൊരു സാധനം
ഒരു ചൊറിഞ്ഞണം, ഇത് നമുക്ക് നാട്ടിൽ നിന്ന് പറിച്ചു കളയും. ഈ നാട് എന്നാണെങ്കിൽ ജാതി പറയരുത്, ചിന്തിക്കരുത്, പ്രവർത്തിക്കരുതെന്ന് പറഞ്ഞൊരു മഹാനായ ഗുരുദേവന്റെ ആദർശം ഇയാൾ വിറ്റ് കാലാക്കിയ കൊണ്ടുവരുന്നത്. ഗുരുദേവൻ എന്ന് ജീവിച്ചിരിക്കണമെങ്കിൽ തലതെറ്റി പൊളിച്ചേനെ ഈ മനുഷ്യന്റെ. ഞങ്ങൾക്ക് അത്ര വിഷമമുണ്ട് സാധാരണക്കാരായ ആളുകൾ. ഇയാളെ കൊണ്ട് ദോഷമല്ലാതെ നല്ല സമൂഹത്തിലില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ എങ്ങനെയെങ്കിലും സാഹചര്യത്തിൽ വന്ന് ആ സാഹചര്യം നടക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ പീതാംബരൻ, SNDP യൂണിയനിൽ അംഗമാകുന്നതിന് ഏതെങ്കിലും തരത്തിൽ ജാതിയോ മതമോ പരിഗണനയല്ല, എല്ലാവർക്കും അംഗങ്ങളാകാൻ കഴിയുന്ന തരത്തിൽ തന്നെയാണ് അത് രൂപപ്പെടുത്തിയിട്ടുള്ളത്. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, ഈ വെള്ളാപ്പള്ളി ആവർത്തിച്ചു പറയുന്ന മലപ്പുറം വിരുദ്ധ പ്രസ്താവന SNDP യോഗത്തിന്റെ തലപ്പത്തിരുന്നുകൊണ്ട് പറയാൻ കഴിയുന്ന വാക്കുകളാണോ അദ്ദേഹം പറയുന്നത്? നമസ്കാരം സാർ. നമസ്കാരമുണ്ട്. ഈ വെള്ളാപ്പള്ളിയുടെ വിടുവായിട്ട് ആരാ സാർ കേരളത്തിൽ അംഗീകരിക്കുന്നത്? നായക്ക് 40 വട്ടം 4 ഭാഗത്തും 4 തോണിയിലും കാല് വെച്ച് നടക്കുന്ന ഈ വെള്ളാപ്പള്ളി നടേശനെ പോലത്തെ ഒരു ബങ്കനെ ആര് വിശ്വസിക്കാനാ? മലപ്പുറത്തെ ഒന്നടങ്കം ആക്ഷേപിക്കുക ഇദ്ദേഹം ആരാ? മലപ്പുറത്തിന്റെ ഒരു ഭാഗത്ത് ഒരു തീവ്രവാദ മുസ്ലിം സംഘടന പ്രവർത്തിക്കുന്നുണ്ട്, അത് റൈറ്റാ. പക്ഷെ മലപ്പുറത്തെ മുസ്ലിങ്ങളെ ഒന്നടങ്കം ആക്ഷേപിക്കുക ഇദ്ദേഹം ആരാ? ഇദ്ദേഹത്തിന് ആരാ സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്? ഇദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാ? ഇദ്ദേഹം ശ്രീനാരായണന്റെ മഹത്തായ ശ്രീനാരായണ ഗുരുവിന്റെ പേരും പറഞ്ഞ് ഞങ്ങളെ സമുദായത്തിനെ കളങ്കപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനല്ലേ? സകല മദ്യ കച്ചവടവും സകല അഴിമതിയും മൈക്രോ ഫിനാൻസ് തട്ടിപ്പും നടത്തിയിട്ട് ഇപ്പം പിണറായിയുടെ പക്ഷത്ത് കൂടിയിരിക്കുക. അദ്ദേഹത്തിന്റെ അന്വേഷണം ഈ വിടുവായിത്തരം പറയുന്ന ഇദ്ദേഹത്തിന് ആരാ മാനിക്കുന്നത്? മലപ്പുറം ജില്ലയെ അവഹേളിച്ച് പറയാൻ ഇദ്ദേഹത്തിന് ആരാ അധികാരം കൊടുത്തത്? ഇദ്ദേഹം ആരാ? ഒരു ജനപ്രതിനിധിയാണോ? പൊതുവിൽ ഞാൻ SNDPന്റെ ബലിയോനാന്നും പറഞ്ഞ് നടിച്ച് നടക്കുന്ന ഇദ്ദേഹമില്ലേ കണ്ണടയും വെച്ചിങ് വന്ന് പ്രസ്താവന ഇറക്കിവിടും. എന്തുദ്ദേശിച്ച എന്ത് പിമ്പലുണ്ട് ഇദ്ദേഹത്തിന്? ഈവ സമുദായത്തിന്റെ പിന്തുണ ഇദ്ദേഹത്തിനുണ്ടോ? അപ്പൊ അതുകൊണ്ട് മലപ്പുറത്തിനെയും മുസ്ലിം ലീഗിനെയും ഒന്നും ആരും പറയണ്ട. മുസ്ലിം വിഭാഗത്തിലെ ഒരു വിഭാഗം വർഗീയവാദികൾ മലപ്പുറത്തിന്റെ പല ഭാഗങ്ങളിലും അഴിഞ്ഞാടുന്നുണ്ട്. വളരെ സത്യം. അതുകൊണ്ട് എല്ലാ മുസ്ലിങ്ങളെയും അടിച്ചാചരിക്കാൻ ഇദ്ദേഹത്തിന് ആര് കൊടുത്ത അധികാരം? ഇതൊക്കെ ചർച്ച തന്നെ ചെയ്യരുത്. താങ്കളുടെ ചാനലൊക്കെ അദ്ദേഹത്തെ വലുതാക്കുന്നത്. ഞങ്ങളുടെ ചാനലല്ല വലുതാക്കുന്നത്. കേരളത്തിൽ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ഒരാൾ, കേരളത്തിന്റെ നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനായിരിക്കുന്ന ഒരാൾ, വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാൾ പറയുന്ന വാക്കുകൾക്ക് പ്രാധാന്യമുണ്ട്. അങ്ങനെയുള്ളവർ പറയുന്ന വാക്കുകൾ മോശപ്പെട്ടതാണെങ്കിലും നല്ലതാണെങ്കിലും അത് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് സ്വാഭാവികമായി ഞങ്ങൾ ചെയ്യും. അല്ലാതെ ഞങ്ങൾ അദ്ദേഹത്തോട് ഇത് പറയിക്കല്ലോ. അദ്ദേഹം തന്നെ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ. ഞാൻ ചോദിക്കട്ടെ സാർ, ഇദ്ദേഹത്തിന് ഒരു വാർഡിൽ നിന്നിട്ട് ഒരു ജനങ്ങളുടെ അംഗീകാരം കിട്ടിയിട്ടുണ്ടോ? പക്ഷെ അദ്ദേഹത്തിന്റെ പിറകെ അല്ലേ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം എന്ന് പറയണ്ട, അങ്ങനെയൊന്നും അടിച്ചാക്ഷേപിക്കണ്ട. ഏത് പാർട്ടിയാണ് ഈ വെള്ളാപ്പള്ളി നടേശന് പിറകെ പോകാതെ നിൽക്കുന്ന ചില നേതാക്കൾ കാണും. ബാക്കിയുള്ള പാർട്ടികളൊക്കെ ഈ ഇദ്ദേഹത്തിന് പിറകെ അല്ലേ? ഏത് പാർട്ടിയുണ്ട് അതിന് ഇത്തിരി വ്യത്യസ്തമായത്? വ്യത്യസ്തമായ ഒരുപാട് സാർ രാഷ്ട്രീയത്തിൽ കടക്കണ്ട. ഞാൻ പൊതുവിലുള്ള ഒരു വിഷയത്തിൽ അല്പനാണ് വെള്ളാപ്പള്ളി. ശരി, പ്രതികരിച്ചതിന് എന്തായാലും നന്ദിയുണ്ട് ശ്രീ ബാലകൃഷ്ണൻ. ശ്രീമതി ജയ ആണ് കൊല്ലത്ത് നിന്ന്. ശ്രീമതി ജയ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു ആൾ അങ്ങനെ പ്രസ്താവനകൾ നടത്തുമ്പോൾ പാലിക്കേണ്ട ജാഗ്രത, മിതത്വം ഒക്കെ ഇല്ലേ? അതൊക്കെ പാലിക്കുന്നതാണോ ഈ വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ? നമസ്കാരം. നമസ്കാരം. കിരൺ, ഈ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന ഞങ്ങളെ പോലുള്ള ഈഗോരാരും മൈൻഡ് ചെയ്യുന്നില്ല. പുള്ളി ഏതാണ്ടൊക്കെ വിളിച്ചു പറയുന്നു. നിങ്ങളിപ്പോ ഒരു ഇന്റർവ്യൂ കൊടുത്തത് കൊണ്ട് ഇതൊക്കെ ഇങ്ങനെ ഇപ്പൊ സംഭവം നടക്കുന്നു. വേറെ ചാനലിലൊന്നും ഇത് കേട്ടില്ല. അപ്പൊ അയാൾക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട്, ഞാനൊരു ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരാളാണ്. പണിയില്ലെന്നുള്ളതല്ല, അങ്ങനെ പറയുന്നത് നമ്മൾ അദ്ദേഹം പറഞ്ഞതിനെ എതിർത്തൊക്കെ പറഞ്ഞോളൂ. അല്ല, നമ്മള് ഗുരുദേവന്റെ പ്രിൻസിപ്പള് അതേപോലെ പാലിച്ചു പോകുന്ന ആൾക്കാരാണ്. അപ്പം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറയുന്ന ആ ഒരു ഇത് മാത്രം മതി പുള്ളി ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് എതിർക്കാനായിട്ട്. വളരെ വളരെ പ്രഗത്ഭരായിട്ടിരുന്ന കസേരയിലാണ് പുള്ളി കയറിയിരിക്കുന്നത്. പുള്ളിക്ക് ആരുണ്ട് സപ്പോർട്ട്? പുള്ളിയുടെ പുള്ളിക്ക് സ്വാതന്ത്ര്യമുള്ള 5-6 ആൾക്കാർ കാണും. ഞങ്ങളാരും ഒരിക്കലും പുള്ളിയെ സപ്പോർട്ട് ചെയ്യത്തില്ല. പുള്ളി പറയുന്നതൊക്കെ വെറും വഷളുതരമാണ്. എത്രയും പെട്ടെന്ന് പുള്ളിയെ പുറത്താക്കണം. ഈ വർഗീയതയും പറഞ്ഞു നടക്കുന്ന ആളിനെ ഒന്നും നമ്മൾ അംഗീകരിക്കണ്ട. മലപ്പുറത്ത് അങ്ങനെയൊക്കെ ഒരു വിഷയം ഉണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ മലപ്പുറത്ത് പോയിട്ടില്ല. നമ്മൾ ന്യൂസിൽ കൂടെയുള്ള അറിവേ ഉള്ളൂ.
ഇൻ കേസ് ഉണ്ടെങ്കിൽ പബ്ലിക്കായിട്ട് ഇങ്ങനെ ഒരു കസേരയിരിക്കുന്ന ആൾക്ക് ഇത് പറയാൻ കൊള്ളാവോ? അതുകൊണ്ട് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട, അതേ ഉള്ളൂ എന്റെ ഒരു അഭിപ്രായം. ശരി, ശ്രീമതി ജയയുടെ വാക്കുകൾ വളരെ പ്രസക്തമായ വാക്കുകൾ തന്നെയാണ്. ഈ സമുദായ നേതാക്കളൊക്കെ കരുതുന്നത് അവർ പറയുന്നതനുസരിച്ച് സമുദായത്തിലാകെ ആളുകൾ വോട്ട് ചെയ്യും. അതൊക്കെ കരുതിയാണ് പല രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഇവരെ താലോലിച്ച് കൊണ്ട് നടക്കുന്നത് എന്നതുകൂടി പലപ്പോഴും തിരിച്ചറിയണം. പക്ഷേ ഇവരൊക്കെ ജയിപ്പിക്കാൻ പറയുമ്പോൾ ആളുകളെ തോൽപ്പിക്കാൻ പറഞ്ഞവരെ ജയിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് കേരളീയർ എന്നതുകൂടി നമ്മുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലുമുണ്ട്. എന്തായാലും നമുക്ക് ഒരു ചെറിയ ഇടവേള, വളരെ വേഗത്തിൽ മടങ്ങി വരാം. ശിവദാസനാണ് ബാലരാമപുരത്തുനിന്നും. ശ്രീ ശിവദാസൻ, താങ്കൾ എങ്ങനെയാണ് ഈ വെള്ളാപ്പള്ളി മലപ്പുറം വിരുദ്ധ പരാമർശം വീണ്ടും ആവർത്തിക്കുകയാണ്? അദ്ദേഹം ആ തരത്തിലേക്ക് വീണ്ടും ചോദിക്കുമ്പോഴും അത് തന്നെയാണ് പറയുന്നത്. അങ്ങനെ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് പറയാവുന്ന വാക്കുകളാണോ അദ്ദേഹത്തിൻ്റെത്? നമസ്കാരം സാർ. നമസ്കാരമുണ്ട്. കേൾക്കാമോ സാറേ? കേൾക്കാം, പറഞ്ഞോളൂ. സാറേ, ശ്രീനാരായണ ഗുരു ഇരുന്ന സ്ഥലത്ത് ആ സീറ്റിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. കുമാരനാശ ഇരുന്ന അതേ ഇതിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. പക്ഷേ വെള്ളാപ്പള്ളി സാർ നിലനിർത്താൻ SNDPയുടെ ഓരോ ശാഖയുടെ സെക്രട്ടറി പ്രസിഡന്റുമാരും അദ്ദേഹം ഇരിക്കുന്ന ആ ബോർഡ് അംഗങ്ങൾ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? അദ്ദേഹം നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, നിങ്ങൾ പ്രവർത്തിക്കുന്ന ഗുരുദേവനെതിരാണ്, ഇത് നിങ്ങളെ കാലം കഴിഞ്ഞു പോയാൽ വരും തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഒരു കുഞ്ഞുമില്ല. കാരണം ഇത് ഭയങ്കര ആപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. പിന്നെ വ്യക്തമായിട്ട് സതീശൻ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാര്യം ഒരു സമയത്ത് അദ്ദേഹം മറുപടി കൊടുത്തിട്ടുണ്ട്. അത് ന്യായം പറഞ്ഞാൽ ഏത് നേതാക്കന്മാരെ അംഗീകരിക്കും. അത് KPMS, KNMS, SNDP ഏതായിക്കോട്ടെ സാറേ. പക്ഷേ അദ്ദേഹം ഇരിക്കുന്ന കസരനുസരിച്ചും ജാതിഭേദമില്ലാതെ നോക്കേണ്ട ഒരു വ്യക്തി, ഗുരുദേവൻ പറഞ്ഞ വാക്കുകൾ അതേപടി സ്വീകരിക്കേണ്ട ഒരു വ്യക്തി ഇങ്ങനെ പറയുമ്പോൾ ജനങ്ങളായ ഈഴവ സമുദായത്തിന്റെയും എല്ലാ സമുദായത്തിന്റെയും, അതായത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം പ്രവൃത്തിയിൽ മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്. പക്ഷെ പ്രവർത്തിക്കുന്ന ഈഴവ സമുദായം, ഞാനും SNDPയുടെ സ്വാഗത സെക്രട്ടറി ആയിരുന്നു, കഴിഞ്ഞ വർഷം മാറിക്കൊടുത്തു. ജാതി ഭേദമില്ലാതെ എല്ലാവരെയും നോക്കി 3 വർഷം കഴിഞ്ഞ് മാറിക്കൊടുത്തു. പക്ഷെ അദ്ദേഹം 25-30 വർഷം പിടിച്ച് തൂങ്ങി കിടക്കുകയാണ്. അദ്ദേഹം ഒന്ന് മാറി നിന്നാൽ, SNDPയുടെ പേരിൽ നിന്ന് വെള്ളാപ്പള്ളി പ്രദേശം ഒന്ന് മാറി നിന്നാൽ സാറേ, നമ്മൾ അദ്ദേഹത്തിന് ഈ കിഴത്ത് കൊടുക്കുന്ന വില ഒരു വിലയും കാണുന്നു. സ്വന്തം ഭാര്യ മക്കൾ മാത്രമേ കാണൂ, ബന്ധുക്കള് പോലും കാണൂല. പിന്നെ ഒരു കാര്യം, നേരത്തെ വടകര ചേട്ടൻ പറഞ്ഞ പോലെ അദ്ദേഹം ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഒരു വാർഡില് ഒരു പഞ്ചായത്തിലോ ഒരു ബ്ലോക്കിലോ ഒരു മുനിസിപ്പാലിറ്റിയിലോ ഒന്ന് മത്സരിക്കട്ടെ, അദ്ദേഹത്തിന്റെ ബൂത്തിൽ അദ്ദേഹം സ്ഥിതി ചെയ്യുന്ന ബൂത്തിൽ പോലും അദ്ദേഹത്തിന് 5 വോട്ട് കിട്ടൂല. പക്ഷെ എന്തും വായുവെന്ന് വിളിച്ച പറയുന്നത് സമീപനം അദ്ദേഹം നിർത്തൂല. കാരണം അദ്ദേഹം അധികാരത്തിന് കൂടിപ്പോയി. ഓരോ ശാഖയിലുള്ള ഓരോ സെക്രട്ടറി പ്രസിഡന്റുമാരും മുന്നറിയുന്നു. സാറേ പ്ലീസ് സാർ കട്ട് ചെയ്യരുത്. ഓരോ ശാഖയിലെ പ്രസിഡന്റ് സെക്രട്ടറിമാരും അവിടുത്തെ കമ്മിറ്റി അംഗങ്ങളും ഇത് അറിയിച്ചു. ഇത്രയും പെട്ടെന്ന് അവരെ നിർത്തണം, അല്ലെങ്കിൽ ഭയങ്കരമായ ആപത്തിലേക്ക് വരും തലമുറയ്ക്ക് SNDP ഈഴ സമുദായത്തിൽ നിന്നല്ല SNDP സംഘടന ഇവിടെ ഒന്നുമില്ലാതാവുമെന്നാണ് എന്റെ മനസ്സാക്ഷിയിൽ എന്റെ വിശ്വാസം സാർ. ഇത്ര എനിക്ക് പറയാം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീനിവാസനാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീനിവാസൻ, ഈ മലപ്പുറം ജില്ലയെക്കുറിച്ച് വെള്ളാപ്പള്ളി ഇത് പറയുമ്പോൾ ഒരു മതത്തിനെതിരെ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞ് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച സംഘടനയുടെ തലപ്പത്തിരുന്നു കൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. താങ്കൾ എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? കുറെ നാളുകളായിട്ട് മുസ്ലിം ലീഗിനും UDFനും വിമർശിച്ചു കൊണ്ടിരിക്കുക ഈ വെള്ളാപ്പള്ളി. ഇയാൾക്ക് എന്തറിയാം? നേരം വിളിച്ച നേരം വരെ UDF മുസ്ലിം ലീഗ് മറ്റുള്ള ആൾക്കാരെ കുറ്റം പറഞ്ഞ് നടക്കുന്ന പണി. പിണറായി വിജയന്റെ വാല് പിടിച്ച് നടക്കുന്ന ഈ പുള്ളിയുടെ ഇപ്പോഴത്തെ പണി. മകൻ അവിടെ BJP, അച്ഛൻ ഇവിടെ കമ്മ്യൂണിസം. ഇത് രണ്ടും കൂട്ടി കലർത്തിയിട്ടാണ് ഇവിടെ നടക്കുന്നത്. അതെല്ലാവർക്കും അറിയാം. ആ കസേരയിൽ ഇരുന്ന എത്ര മഹാന്മാരുണ്ട്, അവരെയൊക്കെ വില കളഞ്ഞ് അയാൾ ഇരിക്കാൻ, അയാൾക്ക് ഇങ്ങനെയുള്ള പ്രസ്താവനകളൊക്കെ ഇറക്കാൻ നാണമില്ല. SNDPക്കാർക്ക് എത്ര ഇയാൾ ഇഞ്ഞിട്ട് ചുമക്കണമെങ്കിൽ അധികം ചുമക്കുന്നുണ്ട് സാറ്. അധികം കാലൊന്നും വരില്ല. നേരം വിളിക്കുക VD സതീശനെ ഇവരെ UDFകാരെ ആക്രമിക്കുക. ഇയാൾക്ക് ശരിയായിട്ടുള്ള അയാളുടെ മനസ്സിലൊരു കമ്മ്യൂണിസം ഉണ്ടാവില്ല. കമ്മ്യൂണിസം അക്കാവ് അയാൾ ശരിക്കും പറഞ്ഞു.
ഇനിയെങ്കിലും ഇത് നിർത്തിയില്ലെങ്കിൽ SNDP ശാഖിക്കും ഈ ശാഖകളൊന്നും ആൾക്കാർ ഞാൻ പറഞ്ഞതല്ല എത്ര കാലമായി ശരി ശ്രീനിവാസൻ, ഇങ്ങനെ ഉപന്യാസം പറഞ്ഞ് നടക്കുന്നത്. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് ചില കമന്റുകൾ കൂടി വേഗത്തിൽ വായിക്കേണ്ടതുണ്ട്. മതം ഏതായാലും വെള്ളാപ്പള്ളി നന്നായാൽ മതിയെന്നാണ് സെബാസ്റ്റ്യൻ CA പറയുന്നത്. എന്തായാലും അദ്ദേഹം വെള്ളാപ്പള്ളിയുടെ ട്രോൾ ചെയ്താണെന്ന് തോന്നുന്നു. സുനിലെ, ഒരു മതത്തിലും വർഗീയത പാടില്ല എന്ന് ജയകുമാർ പറയുന്നു. അതോടൊപ്പം തന്നെ രാജൻ ചിലപ്പോൾ സത്യം പറയുമെന്നും സുൽകുമാർ പറയുന്നു. സന്തോഷ് കുമാർ പറയുന്നു, കേരളത്തിൽ വർഗീയത കാണിക്കാത്ത നേതാവാണ് വെള്ളാപ്പള്ളി, സത്യസന്ധമായ കാര്യങ്ങൾ പറയുന്നു, അത് വർഗീയതയായി കാണേണ്ടതില്ല എന്ന് സന്തോഷ് കുമാറിന് അങ്ങനെ കാണാം. അത് വർഗീയതയായി തോന്നുന്നവർക്ക് മറിച്ച് അഭിപ്രായവും ഉണ്ടാവും. എന്തായാലും മറ്റേ കിരൺ, ഞാൻ കാസർഗോഡുകാരനാണ്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എന്ത് തെളിവാണുള്ളത്? ഒരു ചാനൽ മുറിയിൽ വന്ന് വിഡ്ഢിത്തം വിളമ്പരുത് എന്ന് ഗൗതം പറയുന്നു. നേരത്തെ ഒരാൾ പറഞ്ഞിരുന്നു കാസർഗോഡൊക്കെ ഇങ്ങനെ നോയമ്പ് കാലത്ത് കടകളൊന്നും തുറക്കില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കാസർഗോഡുകാരനായ ഗൗതം പറയുന്നു അങ്ങനെയല്ല, അവിടെ തുറക്കുമെന്ന് പറയുന്നു. കാസർഗോഡ് നോയമ്പ് കാലത്ത് എല്ലാ ഹോട്ടലിലും തുറക്കുന്നുണ്ട്, എന്ത് അസംബന്ധമായാണ് പറയുന്നത്? വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ താങ്കൾ എതിർക്കാത്തത് എന്തുകൊണ്ടാണ്? ഞാൻ കൃത്യമായി തന്നെ പറഞ്ഞു ശ്രീ ഗൗതം, കടകൾ അടയ്ക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്, അത് എന്തുകൊണ്ടാണ് അടയ്ക്കുന്നതും എന്നതും കൃത്യമായി തന്നെ പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശൻ പിണറായിയുടെ നാവാണ്, പിണറായി എന്താഗ്രഹിക്കുന്നു അത് വെള്ളാപ്പള്ളിയെ കൊണ്ട് പറയിപ്പിക്കുന്നതെന്നാണ് ഗോളാന്തര യാത്ര പറയുന്നത്. CPM വെള്ളാപ്പള്ളി നടേശൻ CPM രക്ഷിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് വിഡ്ഢിത്തമാണ് വിളമ്പുന്നത്, വെള്ളാപ്പള്ളിയുടെ ഒരു സപ്പോർട്ടും CPM വേണ്ട എന്ന് ഗൗതം പറയുന്നു. K മുരളീധരൻ പറയുന്നു, കിരണെ ആശയമാണ് കാളർ പറയുന്നെങ്കിൽ മിണ്ടാതിരിക്കണം, കാളർ വേറെ ആശയമാണ് ഉന്നയിക്കുന്നെങ്കിൽ അവരെ സംസാരിക്കാൻ അനുവദിക്കില്ല എന്ന് K മുരളീധരൻ പറയുന്നു. ഞാൻ പറയുന്ന ഇഷ്ടപ്പെടുന്ന ആശയമാണ് പറയുന്നതെങ്കിൽ എന്നായിരിക്കും ശ്രീ K മുരളീധരൻ ഉദ്ദേശിച്ചത്. മൈക്രോ ഫിനാൻസ് പറ്റിപ്പ് കേസ് 9 വർഷമായി പിണറായി അതിൻ്റെ പുറത്തിരിക്കുകയാണെന്ന് ഗോളാന്തര യാത്ര പറയുന്നു. വെള്ളാപ്പള്ളിയല്ല CPM നയിക്കുന്നത്, CPM നയമുണ്ട്, ആദർശത്തിൽ പോകുന്ന പാർട്ടിയാണ്, CPM അല്ലാതെ ഏതെങ്കിലും വെള്ളാപ്പള്ളിയിൽ വീഴുന്ന പാർട്ടിയല്ല എന്നും ഗൗതം പറയുന്നു. ഷിജു കിരിയത്ത്, SNDP നോട്ട് സോ സ്ട്രോങ് ഇൻ കേരള, ലാസ്റ്റ് ടൈം ദെയർ ഹർത്താൽ വാസ് എ ബിഗ് ഫ്ലോപ്പ് എന്നൊക്കെ പറയുന്നു. പിന്നീട് അതായത് മലപ്പുറത്ത് പൈനാപ്പിൾ കൊണ്ടുപോയ ആളുകളെ നോമ്പ് കാലത്ത് വഴിയിൽ ഭക്ഷണം കഴിക്കാൻ സമ്മതിച്ചില്ല എന്ന് 10 വർഷം മുമ്പ് എൻ്റെ സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ വിശ്വസിക്കാതിരിക്കുന്നു? ആ സുഹൃത്തിനോട് തന്നെ ഒന്ന് വിളിച്ചു നോക്കി. 10 വർഷം മുമ്പ് പറഞ്ഞ ആ സുഹൃത്ത് വല്ലപ്പോഴും ഒന്ന് സുനിൽകുമാറിന് ആ നാട്ടിലൂടെ ഒന്ന് യാത്ര ചെയ്യാം. അധിക ദൂരം സുനിൽകുമാറിൻ്റെ വീട് എവിടെയാണെന്ന് അറിയില്ല, എവിടെയാണെങ്കിലും കേരളത്തിൽ നിന്ന് എവിടെ ആയാലും മലപ്പുറത്തേക്ക് പോകാൻ അധികം ദൂരം ഒന്നുള്ള സ്ഥലമല്ലല്ലോ. അവിടെ ഒന്ന് പോയി ഈ നോയമ്പ് കാലത്ത് ഒന്ന് യാത്ര ചെയ്ത് നോക്കും. ആരെങ്കിലും വഴിയിൽ ഭക്ഷണം കഴിച്ചാൽ നിങ്ങളെ വന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തടയുകയോ അല്ലെങ്കിൽ നിങ്ങളെ മറ്റെന്തെങ്കിലും ചെയ്യുകയോ എന്ന് അങ്ങനെയൊന്നും കേരളത്തിൽ ഇതുവരെ ആരും എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ശ്രീ സുനിൽകുമാർ, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് അതൊരു അഭിപ്രായമായി പറയരുത്. പിന്നെയും വെള്ളാപ്പള്ളിയുമായിട്ടുള്ള ചില തർക്കങ്ങളൊക്കെയാണ് ഇതിനകത്ത്. കമൻറ്റ് വായിക്കണമെന്നൊക്കെ കമൻറ്റ് വായിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ആളുകളെ. ഇതുവരെ ആളുകൾ തമ്മിലുള്ള തർക്കങ്ങൾ തന്നെ ദീർഘമായി പോകുന്നതുകൊണ്ടാണ് അത്തരം കമൻറ്റുകളൊക്കെ നമ്മൾ തൽക്കാലം ഒഴിവാക്കുന്നത്. പുതിയ ആളുകളുടെ കമൻറ്റുകൾ വായിക്കാം എന്ന് കരുതിയാണ് ഒഴിവാക്കുന്നത്. എന്തായാലും ആ തർക്കങ്ങളൊക്കെ നടക്കട്ടെ. ശ്രീ പുഷ്കരൻ മാസ്റ്ററാണ്, വൈക്കത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ പുഷ്കരൻ മാസ്റ്റർ, താങ്കൾ എങ്ങനെയാണ് ഈ വെള്ളാപ്പള്ളിയുടെ ഈ പ്രസ്താവനയെ വിലയിരുത്തുന്നത്? ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി മലപ്പുറം ജില്ലയെ പറ്റി പറഞ്ഞ കാര്യത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്, അല്ലാതെ സമഗ്രമായിട്ടൊന്നും പറയുകയല്ല. അദ്ദേഹം പറഞ്ഞ 100% വർഗീയമല്ല, ന്യായമാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലൊക്കെ ജോലി ചെയ്തിരുന്ന ഒരാളും ഒരു 86 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരാളും. അപ്പോൾ വസ്തുത പറയുകയാണെങ്കിൽ ഇവിടെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് SNDP യോഗത്തിൽപ്പെട്ട കുറച്ച് ആൾക്കാർ ഒരു രാഷ്ട്രീയ സംഘടന ഉണ്ടായി, പിന്നീട് NSS ഉണ്ടാക്കി. അതൊന്നും ഇന്ന് നിലവിലില്ല. ഈ മുസ്ലിം ലീഗിനെ പറ്റി ബഹുമാനപ്പെട്ട ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പറഞ്ഞിരിക്കുന്നത് അതൊരു ചത്ത കുതിരയാണെന്നായിരുന്നു. പിന്നീട് അതിനെ അദ്ദേഹത്തിന്റെ മകൾ തന്നെ പടക്കുതിരയാക്കി. ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും എല്ലാം മാറി മാറി അതിനെ പടക്കുതിരയാക്കി. അതിന്റെ വർഗീയതയ്ക്കെതിരായിട്ടാണ് അവർ സംസാരിക്കുന്നത്. എനിക്ക് അതിലെ പല സുഹൃത്തുക്കളും എന്റെ ശ്രീ പുഷ്കരൻ മാസ്റ്റർ, താങ്കൾ ഇത്രയും ജീവിതാനുഭവമൊക്കെ ഉള്ള ആളാണ്. ആ ജീവിതാനുഭവത്തിൽ നിന്ന് തന്നെ ചോദിക്കുകയാണ്, വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് മലപ്പുറത്ത് ഇതര മതക്കാരായ ആളുകൾക്ക് സ്വതന്ത്രമായി ശ്വസിക്കാൻ പോലും കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ കഴിയുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം, അല്ലാതെ ശ്വാസം എടുക്കുന്നതിനല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ മലപ്പുറം ജില്ലയിലുണ്ടോ?
ചില ഭാഗങ്ങളിലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ താല്പര്യത്തിനെതിരായിട്ട് ഞാൻ ചോദിച്ചതല്ല ശ്രീ പുഷ്കരൻ മാസ്റ്റർ, ഏതെങ്കിലുമൊക്കെ പല സ്ഥലങ്ങളിലും ചിലപ്പോൾ മുസ്ലിമിനോ ക്രിസ്ത്യാനിക്കോ ഹിന്ദുവിനോ ഒക്കെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമോ പ്രശ്നങ്ങളോ ഒക്കെ ഏതെങ്കിലും അപൂർവ സ്ഥലങ്ങൾ മലപ്പുറം ജില്ലയിൽ പൊതുവെ അങ്ങനെ, അല്ലെങ്കിൽ മലപ്പുറം ജില്ലയുടെ ഒരു നിർണായകമായ ഭാഗങ്ങളൊക്കെ അങ്ങനെ ഇതര മതക്കാർക്ക് ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ടോ? മലപ്പുറം ജില്ലയെ പൊതുവേ അല്ല കോഴിക്കോട് ജില്ലയിലും ഞാൻ വർക്ക് ചെയ്തിരുന്നു. തിരൂരും താനൂരും ഒക്കെ വർക്ക് ചെയ്തിരുന്ന ആളാണ്. എനിക്ക് CH മുഹമ്മദ് കോയയും UA വീരാനെയും ഒക്കെ നേരിട്ട് പരിചയമുള്ള ഒരാളാണ്. അല്ല, അതാ ഞാൻ ചോദിച്ചത്, താങ്കൾ അവിടെയൊക്കെ വർക്ക് ചെയ്തപ്പോൾ താങ്കൾക്ക് അവിടെ ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു? ഒരുപാട് നല്ല ആൾക്കാർ അതിലുണ്ട്, പക്ഷേ ചീത്ത ആൾക്കാരും ഉണ്ട്. നല്ല ആൾക്കാരും ചീത്ത ആൾക്കാരും ഏത് നാട്ടിലാണ് ഇല്ലാത്തത്? എല്ലായിടത്തും അടപ്പിക്കുന്നു എന്ന് പറയുന്നില്ല, പക്ഷെ ചിലയിടത്തൊക്കെ അവര് വർഗീയമായിട്ട് തന്നെ കട അടപ്പിക്കാറുണ്ട്. ചിലർക്ക് ഉണ്ട്, ഊണ് കഴിക്കാൻ പോലും അങ്ങനെയുള്ള അനുഭവങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. എന്തിന് ഈ മുസ്ലിം ലീഗ് എല്ലാ പാർട്ടികളും സമുദായങ്ങളും പാർട്ടി രൂപീകരിച്ചെല്ലാം തകർന്നുപോയി. അവർക്ക് വർഗീയമായിട്ട് കണക്കാക്കി. എന്തുകൊണ്ട് ലീഗിന് ഈ മുസ്ലിം എന്ന് പേര് വയ്ക്കുന്നു? ശ്രീ പുഷ്കർ മാസ്റ്റർ, അതൊന്നുമല്ല എന്റെ ചോദ്യം വളരെ ലളിതമാണ്. SNDP വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് മലപ്പുറം ജില്ലയിൽ മറ്റ് ജില്ലകളിൽ നിന്നും, അതൊരു പ്രത്യേക രാജ്യമായി കണക്കാക്കണം, അതൊരു മറ്റ് ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി അവിടെ ഇതര മതക്കാർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞതിൻ്റെ ആകെ ചുരുക്കം അതാണ്. അവർ മറ്റ് ഒരു രാജ്യത്ത് പോകുന്നത് പോലെയാണ് എന്നുള്ള മട്ടിലാണ് പറഞ്ഞത്. അതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ താങ്കൾ പറ? ഇതില് എല്ലായിടത്തും ചിലയിടത്തൊക്കെ അത് എവിടെയൊക്കെ മലപ്പുറം ജില്ലയിൽ ആരെങ്കിലും നോയമ്പ് കാലത്ത് പോയി ഭക്ഷണം കഴിച്ചാൽ, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് കണ്ടാൽ ആരെങ്കിലും വഴിയിൽ വന്നാൽ തടയുമോ? ഞാൻ പറയട്ടെ, ഞാൻ അല്ല, താങ്കൾ മലപ്പുറത്തുണ്ടായിരുന്നില്ല. താങ്കൾ ഈ നോയമ്പ് കാലത്ത് താങ്കൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടല്ലോ. ആ ഭക്ഷണം കഴിച്ചപ്പോൾ ആരെങ്കിലും താങ്കളുടെ വന്ന് തടഞ്ഞിട്ടുണ്ടോ? എന്നെ തടഞ്ഞിട്ടില്ല. ഞാൻ അവിടെ എനിക്ക് സ്വാധീനമുള്ള ഒരാളായിരുന്നു. അതാ ചോദിച്ചപ്പോ താങ്കളെ തടഞ്ഞിട്ടില്ല. തടഞ്ഞത് ആരെയും താങ്കൾക്ക് നേരിട്ട് അറിയുകയുമില്ല. എനിക്ക് അറിയുകയും ചെയ്യാം. താങ്കളുടെ പരിചയത്തിലുള്ള ആരെങ്കിലും അന്ന് ഭക്ഷണം കഴിച്ചതിന് ആളുകൾ വന്ന് തടഞ്ഞിട്ടുണ്ടോ? എനിക്ക് നേരിട്ട് അറിയാമല്ലോ. അല്ല, അതാ ചോദിച്ച ആരെയാണ്, എന്താണ് സംഭവം എന്ന്. 59 മുതൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. താങ്കൾ 59 പോലെ താങ്കൾക്ക് അവിടെ ജീവിക്കാൻ കഴിഞ്ഞല്ലോ. താങ്കളുടെ 59 മുതൽ ഇപ്പോൾ 2025 ഇതിനിടെ കുറേയേറെ വർഷം താങ്കൾ അവിടെ ജോലി ചെയ്ത് ജീവിച്ചു എന്ന് പറഞ്ഞു. അന്നൊന്നും താങ്കൾക്ക് ഒരു കുഴപ്പവും ആ മലപ്പുറം ജില്ലയിൽ നിന്ന് ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് താങ്കൾ പറയുന്നത് അവിടെ ആകെ ഇതെല്ലാം വെള്ളാപ്പള്ളി പറയുന്നത് ശരിയാണെന്ന്? അല്ല, അവിടെ മാപ്പിളസ്ഥാന് വേണ്ടിയിട്ട് 47 ശേഷം ഈ മാപ്പിളസ്ഥാനും അതൊക്കെ അവിടെ നിൽക്കട്ടെ. ശ്രീ പുഷ്കരൻ മാസ്റ്റർ, താങ്കളുള്ള ചോദ്യം വളരെ സിമ്പിൾ ആണ്. താങ്കൾ അവിടെ ജീവിച്ച കാലത്തൊന്നും താങ്കൾക്ക് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. എന്റെ കാര്യം മാത്രമല്ല, എന്റെ സുഹൃത്തുക്കൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. കേളപ്പജിയോടൊപ്പം കഴിഞ്ഞ ആളാണ് ഞാൻ. അതെല്ലാം സംഭവിച്ചു. ആരോടൊപ്പം കഴിഞ്ഞതോ ആയിക്കോട്ടെ, അതിനൊന്നും നമ്മൾ വിരോധം പറയുന്നില്ല. താങ്കൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. താങ്കൾ എന്തായാലും ഒരു മുസ്ലിം മതത്തിൽപ്പെടുന്ന ആളല്ലല്ലോ. താങ്കൾക്ക് ഒരു വിഷയം ഉണ്ടായിട്ടില്ലല്ലോ. ബാക്കിയെല്ലാം പറഞ്ഞു കേട്ട കഥകൾ മാത്രമല്ലേ? പറഞ്ഞു കേട്ടതൊന്നുമില്ല, അനുഭവത്തിൽ തന്നെയാ. അവിടെ മലപ്പുറം ജില്ലയിലെ ഇപ്പൊ 2 ആക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. അവിടെ ശ്രീ പുഷ്കർ മാസ്റ്റർ 2 ആക്കണോ 4 ആക്കണോ എന്നുള്ളതല്ല നമ്മുടെ ചോദ്യം. താങ്കൾ അവിടെ ജോലി ചെയ്ത് അവിടെ ജീവിച്ച് ആ മലപ്പുറം ജില്ലയുടെ ആതിഥ്യം എല്ലാം സ്വീകരിച്ച് സ്വസ്ഥമായി ജീവിച്ച് താങ്കളുടെ ഏറ്റവും നല്ല കാലം മുഴുവൻ ജീവിച്ച ഒരു മനുഷ്യൻ, അവിടെ നിന്ന് ഒരു കുഴപ്പവും നേരിട്ടിട്ടില്ലാത്ത ഒരാൾ പറഞ്ഞു കേട്ട കഥ വെച്ച് മലപ്പുറത്ത് ഇപ്പോഴും പൊതുവേ കൊള്ളാം, പക്ഷെ ഇപ്പോഴും കുറെ സ്ഥലത്തുണ്ട് എന്നൊക്കെ പറയുന്നത് എന്ത് തരം മര്യാദയാണ്? മലപ്പുറം ജില്ലയിലെ മാപ്പിള ലഹള നടന്ന സ്ഥലത്താണ് ഞാൻ താമസിച്ചത്. ആ മാപ്പിള ലഹളയിൽ 2 സായിപ്പന്മാരെ കൊന്ന ഐദ്രുഹാജിയുടെ വീട്ടിൽ ഞാൻ താമസിച്ചത്. പക്ഷേ വ്യക്തിപരമായിട്ട് ഇവരെ പലരും നല്ലവരാണ്. ശരി, ഓക്കെ. ശ്രീ പുഷ്കർ മാസ്റ്റർ, ഒരു നാട്ടിൽ ജീവിക്കുക നമ്മുടെ നല്ല കാലത്ത് മുഴുവൻ, ആ നാടിൻ്റെ എല്ലാവിധ ആതിഥ്യ മര്യാദകളും സ്വീകരിച്ചുകൊണ്ട് സൗഹൃദം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുക. അതിനുശേഷം പിന്നീട് പറഞ്ഞു കേട്ട കഥ കൊണ്ട് അവിടെ കൊള്ളാത്ത ആളുകളും നല്ല ആളുകളും ഒക്കെ ഉണ്ട്. എല്ലാ നാട്ടിലും ഉണ്ട്. വൈക്കത്തും ഉണ്ട് കൊള്ളാത്ത ആളുകളും നല്ല ആളുകളും ഒക്കെ. ഹിന്ദു വർഗീയവാദിയും മുസ്ലിം വർഗീയവാദിയും ക്രിസ്ത്യൻ വർഗീയവാദിയും ഒക്കെ കേരളത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും ഏറെയും കുറഞ്ഞും ഒക്കെ ഉണ്ട്. അതിന് യാതൊരു സംശയവുമില്ല. പക്ഷെ ഒരു നാട് മുഴുവൻ അങ്ങനെയാണ് എന്ന് പറഞ്ഞു വെക്കുന്നത്, അല്ലെങ്കിൽ അതിന് അനുകൂലമായി പറഞ്ഞു വെക്കുന്നത് എത്രത്തോളം ശരിയാണെന്ന് സ്വന്തം അനുഭവത്തിൽ നിന്നെങ്കിലും താങ്കൾ അത് അങ്ങനെ പരിശോധിച്ചിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ പറയും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴും മദ്രസയിൽ പഠിപ്പിക്കുന്നത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. ഒരു പുഷ്കർ മാസ്റ്റർ, നമ്മുടെ ചോദ്യം അതൊന്നുമല്ല എന്റെ ചോദ്യം. മദ്രസയെ പഠിപ്പിക്കുന്നതിനെ കുറിച്ചോ ലീഗിന്റെ നിലപാടിനെ കുറിച്ചോ ഒന്നുമല്ല ഞാൻ ചോദിച്ചത്. നിങ്ങൾ ചോദിച്ചതിന് മാത്രം ഉത്തരം പറയാൻ പറ്റിയില്ല. സത്യസന്ധമായ കാര്യം താങ്കൾ സത്യസന്ധമായിട്ടല്ലേ പറഞ്ഞത്. താങ്കൾക്ക് ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടില്ല, അത് ശരിയല്ലേ? കാരണം ഞാൻ മുസ്ലിം കോളേജിനടുത്ത് കോളേജുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ്. 2500 ഏക്കർ
ശരി ശ്രീ പുഷ്കരൻ മാസ്റ്റർ, ഓക്കെ, താങ്കളുടെ അഭിപ്രായത്തിൽ നന്ദി. ശ്രീ രാജനാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ രാജൻ, താങ്കൾ എങ്ങനെയാണ് ഈ വെള്ളാപ്പള്ളിയുടെ അഭിപ്രായത്തെ കാണുന്നത്? നമസ്കാരം സാർ. നമസ്കാരം. ഇതിലിപ്പോ പറയാനുള്ള ഈ ജാതി കോമരങ്ങളിൽ ഒന്നാണ് വെള്ളാപ്പള്ളി. വായയിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറയും. എന്തെങ്കിലും അങ്ങോട്ട് കുത്തിരിപ്പ് ഉണ്ടാക്കി ഇങ്ങനെ ജീവിച്ചു പോവാന്നല്ലാതെ വേറൊന്നും പറയില്ല. അപ്പൊ SNDP വേറെ തലമുറ കൈമറിയാൻ ആരുമില്ല, മനുഷ്യ ആണുങ്ങളായിട്ട് ആരും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇമാതിരി വർഗീയത പറയരുത്. മലപ്പുറത്തല്ലാന്നേ ഏതൊരു ഭാഗത്തും ഒരു പ്രശ്നവുമില്ല. ഇപ്പൊ ഈ മലപ്പുറത്തുനിന്നല്ലാന്ന് ഇപ്പൊ പ്രശ്നങ്ങളുള്ള ഇപ്പൊ നമ്മുടെ കേരളത്തില് ഏതൊരു പ്രദേശത്തും വിഷയങ്ങളില്ലാണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഇവ കണ്ണി കണ്ട ഒരു വേദി കിട്ടുമ്പോ അതില് മൈക്കിൽ കയറി മൈക്ക കെട്ടി കണ്ണി കണ്ടത് വിളിച്ചു പറയാ, ഹിന്ദുക്കളുടെ യോത്രാണ് ഇത് വിളിച്ചു പറയാ, എന്നിട്ട് മുസ്ലിമും ഹിന്ദുവായിട്ട് തമ്മിലടിക്കാനുള്ള മാർഗങ്ങൾ ചെയ്യുക. അല്ല, താങ്കളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഈ കേരളത്തിൽ ജീവിക്കുന്നത്, താങ്കൾക്ക് എവിടെയെങ്കിലും ഇപ്പൊ ഈ മലപ്പുറത്ത് താങ്കൾ പോയെന്ന് എനിക്കറിയില്ല, താങ്കൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഞാൻ മലപ്പുറത്ത് പോയിട്ടുമുണ്ട്, മലപ്പുറത്ത് നിന്ന് പഠിച്ചിട്ടുമുണ്ട്. അല്ല, എനിക്ക് അവിടെ ഏതെങ്കിലും തരത്തിലൊരു ഈ തരത്തിലൊരു ബുദ്ധിമുട്ടുള്ളതായി തോന്നിയിട്ടുമില്ല. വളരെ സൗഹാർദ്ദമുള്ള സ്നേഹത്തോടു കൂടിയൊക്കെയാണ് ചെറുപ്പകാലത്ത് ആ നാട്ടിൽ നിന്ന് പഠിച്ചപ്പോൾ ആളുകളൊക്കെ നമ്മളോട് പെരുമാറിയിട്ടുള്ളതും ഒക്കെ. ഇപ്പൊ നമ്മൾ വർഗീയത പറയാൻ പാടില്ല, എനിക്ക് തീരെ താല്പര്യമില്ല. ഞാൻ മനുഷ്യനായിട്ടാണ് കാണുന്നത്. ഇപ്പൊ മുസൽമാനായിട്ട് മുസ്ലിംസ് പിള്ളേരായിട്ട് നമ്മൾ ഒരുപാട് കമ്പയർ ചെയ്തിട്ടുണ്ട്. ജോലിയിൽ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ സ്നേഹം കണ്ടാൽ ഹിന്ദുക്കളാണെന്ന് പറയുന്നു. ഞാനടക്കം ഹിന്ദു എന്ന് പറയുന്നത് ഇപ്പൊ അങ്ങനെ 3 ഘടകം ഉള്ളത് കൊണ്ട് പറയുന്നതാണ്. ആ ഹിന്ദുക്കൾക്ക് നാണാവോ അവരുടെ പെരുമാറ്റം കണ്ട്. എന്നിട്ടാണ് ഈ വർഗീയത പറയുന്ന ഈ വെള്ളാപ്പള്ളി നടേശൻ. ഞാൻ പറയും ഇയാളൊക്കെ ആ സ്ഥാനത്ത് മാറ്റണം. വളരെ വ്യക്തമാണ്. നമ്മുടെ സമയം അവസാനിക്കാൻ പോകുന്നതുകൊണ്ടാണ് പെട്ടെന്ന് ഇടപെടുന്നത്. ശ്രീ അയ്യൂബാണ് പാപ്പിനിശ്ശേരിയിൽ നിന്ന്. താങ്കൾക്ക് അഭിപ്രായം പറയാം. ഹലോ, പറഞ്ഞോളൂ. വെള്ളാപ്പള്ളിയുടെ ഈ സംസാരം എന്ന് പറഞ്ഞാല് താൽക്കാലിക അവരുടെ കേൾക്കാം, പറഞ്ഞോളൂ. കാര്യലാഭത്തിന് വേണ്ടി മാത്രം പറയുന്ന ഓരോരോ വാക്കുകളാണ് വെള്ളാപ്പള്ളി പറയുന്നത്. അയാളുടെ മകൻ തുഷാർ വെള്ളാപ്പള്ളി ദുബായിൽ അവിടെ ഒരു കേസിൽപ്പെട്ടപ്പോൾ അവിടെ രക്ഷിച്ചത് യൂസഫ് അലിയാണ്. കേൾക്കണോ? കേൾക്കാം, താങ്കൾ പറഞ്ഞോളൂ. ആ യൂസഫ് അലി ആ മലപ്പുറത്ത് അങ്ങനെ ഒരു ഇതില്ലേ? മലപ്പുറത്ത് നിന്ന് എല്ലാവരും വളരെ സൗഹാർദ്ദപരമായിട്ട് ജീവിക്കുന്ന ഒരു ജില്ലയാണത്, ഒരു പ്രദേശമാണ്. ഇന്ന് വരെ അവിടെ ഒരു വർഗീയതയോ അല്ലെങ്കിൽ മറ്റേ വാക്ക് തിരിച്ചിട്ടോ അങ്ങനെ ഒരു സംസാരം. അവിടെ താമസിച്ച എത്രയോ ടീച്ചേഴ്സും അവിടെ താമസിക്കുന്ന എത്രയോ ഓഫീസേഴ്സും പറയുന്നുണ്ട് മലപ്പുറത്ത് പോയിട്ട് സെറ്റിലായ ഒരുപാട് ആൾക്കാരുണ്ട് മലപ്പുറം ജില്ലയിൽ താമസിക്കുന്നു. ഇങ്ങനെ മലപ്പുറത്തിനെ പറ്റിയിട്ട് മറ്റേ കുറ്റം പറയാൻ വേണ്ടി, അപ്പൊ ഇയാളുടെ കാര്യലാഭത്തിന് വേണ്ടി മാത്രം തന്നെ BJPന്റെയും മറ്റേ മാർക്സിസ്റ്റ് പാർട്ടിന്റെയും, ഞാൻ രാഷ്ട്രീയം പറയുന്നില്ല, അവരുടെയൊക്കെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. അല്ലാതെ വേറെ ഒന്നും ഞാനിതിൽ കാണുന്നില്ല. വെള്ളാപ്പള്ളി പറയുന്നത് തന്നെ കഴിച്ചും വർഗീയത, വായി തുറന്നാൽ മറ്റേ എപ്പോഴും പറയുന്ന മുസ്ലിം വിരോധവും വർഗീയതയാണ്. അപ്പൊ ഒരു ജാതി ഒരു മതം ഒരു മതം മനുഷ്യന് പറയുന്ന ഈ ഗുരുദേവന്റെ ഈ തലപ്പത്തിരിക്കുന്ന ഈ വെള്ളാപ്പള്ളി ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യും? ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണങ്ങളിൽ ഭൂരിപക്ഷമല്ല മഹാഭൂരിപക്ഷവും വെള്ളാപ്പള്ളി നടേശനെ പോലെ SNDP യോഗത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾക്ക് പറയാൻ പറ്റുന്ന വാക്കുകളല്ല ഇത് പറഞ്ഞത് എന്ന് തന്നെയാണ് പറഞ്ഞത്. കാലാകാലങ്ങളിൽ അധികാരികളെ പ്രീണപ്പെടുത്താൻ വേണ്ടിയൊക്കെ നിലപാടെടുക്കുന്ന ആളാണ് വെള്ളാപ്പള്ളി. അദ്ദേഹത്തെ പോലെ ഒരാൾ, ഈ സ്ഥാനത്തൊക്കെ ഇരിക്കുന്ന ഒരാൾ ഇങ്ങനെയൊന്നും വർത്തമാനം പറയരുത്. പ്രത്യേകിച്ച് ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ പിന്തുടരേണ്ട ഒരാൾ ഇത്തരത്തിൽ വല്ല വർത്തമാനം പറയേണ്ടത് എന്ന് തന്നെയാണ് ഭൂരിപക്ഷം ഒരു അഭിപ്രായം പറഞ്ഞത്. അങ്ങനെയല്ല, മറിച്ച് ചില അഭിപ്രായമുള്ള ചുരുക്കം ചില ആളുകളുമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞ പുഷ്കരൻ മാസ്റ്ററെ പോലെയുള്ള ആളുകളൊക്കെ, അദ്ദേഹം തന്നെ പറയുന്നു അദ്ദേഹം മലപ്പുറത്താണ് എത്രയോ കാലം ജീവിച്ചത്, അദ്ദേഹത്തിന് ജോലി അവിടെ ആയിരുന്നു, അദ്ദേഹത്തിന് ഒരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല, പക്ഷേ ചില സുഹൃത്തുക്കൾക്ക് ഉണ്ടായി കേൾക്കുന്നു എന്ന മട്ടിൽ മലപ്പുറക്കാരെല്ലാം നല്ലതാണ്, തനിക്ക് അങ്ങനെ നോമ്പ് കാലത്ത് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്നെല്ലാം പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പൊതുവെ മഹാഭൂരിപക്ഷം മനുഷ്യരും പോസിറ്റീവായി ചിന്തിക്കുന്നു എന്നതും പോസിറ്റീവായി വിഷയങ്ങളെ വിലയിരുത്തുന്നു എന്നതും ഏത് മതക്കാരനായാലും അവരെ സ്വന്തം സഹോദരങ്ങളായി കാണാനുള്ള ഒരു മാനവികത മലയാളിക്കുണ്ട് എന്നതിൻ്റെ കൂടി തെളിവാണ്. എന്തായാലും അതിൽ വലിയ സന്തോഷം കൂടിയുണ്ട്. നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.